ഫസ്റ്റ് ആദ്യമായിട്ട് ഗുണ കേവിൽ ഇറങ്ങുന്നു. രാവിലെ ഞാൻ ഇറങ്ങുന്നു. ഞാൻ ഇറങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് ഗാർഡ് വന്നിട്ട് എൻ്റെ കയ്യിലൊരു ചെറുനാരങ്ങയായിരുന്നു, ഒരു ഇരുമ്പ് തന്നെയായിരുന്നു. ഇതൊക്കെ അങ്ങനെയാണ്. രാവിലെ ഐസ് ഇറക്കുമ്പോൾ സൗഭിക്ക് ഒന്ന് ചോദിക്കാം, എന്തിനാണ് സൗഭിക്ക് അത്രയില്ല, 1000 രൂപ എന്തോളല്ലോ. അതല്ലടാ, എന്തിനാടാ ഐസ്? ആ തലയോട്ടി എടുക്കുന്നത്. തലയോട്ടി ഫസ്റ്റ് എനിക്കറിയുമ്പോൾ എനിക്ക് കിട്ടിയ തലയോട്ടിയാണ്. ഞാൻ ഫസ്റ്റ് ആ തലയോട്ടി എൻ്റെ ഇപ്പോഴും ഫോട്ടോ ഉണ്ട്, മണ്ണിൽ ഇങ്ങനെ പൊതിഞ്ഞൊരു തലയോട്ടി. ഫസ്റ്റ് പേടിച്ചു, നമ്മൾ പേടിച്ച് പിടിച്ചാണ് ഇറങ്ങുന്നത്. ഫസ്റ്റ് കുഴിയുടെ എടുത്തപ്പോൾ നമ്മൾ നല്ല പേടാണ്, ഭയങ്കര ഇരുണ്ട സ്ഥലമാണ്, ഇത്ര ഭയങ്കര ഇരുണ്ട സ്ഥലമാണ്. ഞാൻ ഷൈജുക്കൊക്കെ ഇടയ്ക്ക് ഫുൾ പ്രാന്തായിട്ട് ഷൈജുക്ക് എടുത്ത് വല്ല കുടുംബത്തിൽ ചെയ്താൽ പോലായിരുന്നു. ഞാൻ പറഞ്ഞു ഷൈജുക്ക് അടുത്ത ഇത്ര ഒരു അച്ഛൻ അമ്മാമ്മ കഴിഞ്ഞു എന്നെക്കാണ് എക്സൈറ്റഡ് ആണ് സുഷൻ. അതാണ് സുഷൻ അറിയാണ്ട് വായിന്ന് ഞാൻ പറഞ്ഞു അറിയാണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു പോയി. സുഷിൻ എന്നിട്ട് ഇത് കുറയ്ക്കാൻ വേണ്ടി സീൻ മാറ്റുന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ നിങ്ങൾ കണ്ടു കളിപ്പോ അത് വീണ്ടും അവൻ്റെ വായിച്ചു, വീണ്ടും അടുത്ത പണി വാങ്ങിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ ഇതിന്റെ ഈ തമിഴ് പോർഷൻ എടുക്കുവാണെങ്കിൽ, തമിഴ് പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും ഭയങ്കര ലെയേർഡ് ആയിട്ടാണ് ഇവരിവിടെ എത്തുന്നു. ഇവരെത്തുന്ന സമയത്ത് പിന്നെ ഇവരെ റിസീവ് ചെയ്യുന്ന അതിൻ്റെ ചുറ്റുവട്ടത്തെ ക്യാരക്ടറൊക്കെ പിന്നീട് ഓരോ റോളിൽ വരുന്നുണ്ട്. അപ്പോൾ ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ നമ്മളുടെ പിന്നെ പല ക്യാരക്ടേഴ്സിന് പിന്നീട് കൃത്യമായ റോളുണ്ട്. അവരെല്ലാം ക്യാരക്ടേഴ്സായിട്ട് പിന്നീട് അങ്ങോട്ട് വരികയാണ്. അവിടെ എംപതി വർക്ക് ചെയ്യുന്നതിൽ നമ്മൾ ഈ പറയുന്ന മഞ്ഞുമ്മൽ ബോയ്സ് പോലെ തമിഴ്നാട്ടിലെ ഓരോ ക്യാരക്ടറിനും കൃത്യമായ റോള് വെച്ചിട്ട് അതൊരു ഒരു ട്രാക്ക് തന്നെയായിട്ട് കയറി വരുന്നുണ്ടല്ലോ. അതിൻ്റെ ഡിസൈൻ എങ്ങനെയായിരുന്നു? എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് തമിഴ് എന്നുള്ള ആസ് എ ലാംഗ്വേജ് ഭയങ്കര ബ്യൂട്ടിഫുൾ ലാംഗ്വേജ് ആണ്. അപ്പോൾ എൻ്റെ സിനിമയിൽ ഇത്രത്തോളം തമിഴ് എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മളിപ്പോൾ മലയാളം തമിഴിലൊരു സീൻ ഷൂട്ട് ചെയ്യുന്നത് ബ്യൂട്ടിഫുൾ ഡയലോഗ്സ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അതെ, തമിഴ് കുറേ തമിഴ് പടം കണ്ടുകൊണ്ട് നമുക്ക് പിന്നെ തമിഴ് കുഴപ്പമില്ലാത്ത ലാംഗ്വേജ് ആണ്, നമുക്ക് ഈസിലി ടോക്ക് ഇൻ തമിഴ്. അപ്പോൾ തമിഴിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ തമിഴും മലയാളവും ഒരുമിച്ച് വരുന്ന സീനിൽ രണ്ട് മീറ്ററാണ്. തമിഴ് ആക്ടേഴ്സ് ആക്ട് ചെയ്യുന്ന വേറെ മീറ്ററിലാണ് മലയാളം. അപ്പോൾ അത് ബാലൻസ്, അത് ഫസ്റ്റ് എനിക്കത് അറിഞ്ഞുകൂടായിരുന്നു. ഞാനിത് ചെയ്ത് വെച്ചപ്പോൾ ഇത് രണ്ടാണല്ലോ. അപ്പോൾ പിന്നെ അത് ഒന്നിപ്പിക്കുക എന്നുള്ളതൊരു പരിപാടി ഉണ്ടായിരുന്നു. രണ്ട് റിതമാണ്, രണ്ട് ആക്ടിങ് സ്റ്റൈലാണ്. കാരണം അവിടുന്ന് ഈ പറയുന്ന സീനിയർ ഓഫീസറോട് ഇത് ഈ കുട്ടികളുടെ കോൺഫിഡൻസിനെ കുറിച്ചും ഇവര് ഇറങ്ങാൻ തയ്യാറാവുന്ന ഇവരുടെ ധൈര്യത്തെ കുറിച്ചും ബ്രീഫ് ചെയ്യുന്ന മൊമെന്റ് നമ്മളൊരു ഹൈ മൊമെന്റ് ആയിട്ടാണ് എഴുതി വെച്ചേക്കുന്നത്. അതെ. അപ്പോൾ ഈ തമിഴ് അതാണ്. അപ്പോൾ ആ ലാംഗ്വേജ് വെച്ചൊന്ന് പ്ലേ ചെയ്യാൻ പറ്റിയത്. പിന്നെ നല്ല ആക്ടേഴ്സിനാണ് കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആ കോൺസ്റ്റബിളാണ്. ഇവരുടെ കൂടെ വരുന്ന ശശികുമാർ എന്നുള്ള ആക്ടറാണ് ചെയ്തത്. പുള്ളിക്കാരൻ ആദ്യം കുറച്ച് പരിക്കനാണെങ്കിൽ പിന്നെ ഇവരെ പരിപാടി കണ്ടിട്ട് പുള്ളിക്കാരൻ്റെ മനസ്സലിയുന്നു. അപ്പോൾ എല്ലാ മനുഷ്യരും അങ്ങനെയാണ്. ആർക്കും ഒരു യൂണിയൻ്റെ മനുഷ്യൻ ഒരു ക്രൂരൻ മാത്രമായിരിക്കില്ല. അപ്പോൾ എല്ലാവർക്കും പല പല സൈഡ്സും ഉണ്ടാവും. അപ്പോൾ അതങ്ങനത്തെ ഗ്രേ ആൾക്കാരെ, എനിക്ക് ഗ്രേ ഷെയ്ഡ്സ് ഉള്ളവരെ ആ പോലീസുകാരിലെ കൂടെയും ഒക്കെ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. പിന്നെ റാംസി ചെയ്ത ഗൈഡ്, കുടയിൽ എവിടെ പോയാലും നമുക്ക് റൂംസ് വേണോ വെച്ചിട്ട് എപ്പോഴും ഈ ഗൈഡ് ഉണ്ട്. അങ്ങനെ കുറേ ആൾക്കാർ ഇതേപോലെ ജാക്കറ്റ്. അപ്പം അതിൽ നിന്ന് ഒരാളുടെ റെപ്രസെന്റ് അവർക്കായിരിക്കും ഇതിനെപ്പറ്റി കുറേ അറിയുണ്ടാവുക. കാരണം അവർ ശരിക്കും കുടയുടെ മക്കളാണ്. അപ്പോൾ അവർക്ക് കൃത്യമായി അതിനെപ്പറ്റി നല്ല ഇതും പരിപാടി. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ അവിടെ വേണമെന്ന് എനിക്ക് തോന്നി. പിന്നെ ചായക്കടക്കാരൻ, അത് റിയൽ ക്യാരക്ടറാണ്. ഇപ്പോഴല്ല, പുള്ളിക്കാരൻ്റെ മകനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും അവിടെ ചായക്കട നടത്തുന്നുണ്ട്. അച്ഛനായിരുന്നു ഇവർ മുന്നേ. ഇയാളുടെ മകൻ ആ കുഴി പോയിട്ടുണ്ട്. ഈ പഴയ ചായക്കടക്കാരൻ്റെ മൂത്ത മകൻ കുഴി പോയി. എന്തോ ഒരു പരിപാടി, ഇപ്പം എന്തോ എടുത്ത് സൂയിസൈഡാണോ ഒന്നും അറിയില്ല. പക്ഷെ അവൻ പറഞ്ഞു എന്താ കുഴി ഇതാ പോയെന്ന് പറഞ്ഞായിരുന്നു. അപ്പം കുറേ അങ്ങോട്ട് നാട്ടുകാരിപ്പം നമ്മളെ നാട്ടിലിപ്പം ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ചെറിയ എന്താ പറയുക, നമ്മള് രാത്രിയാകുമ്പോൾ കുറച്ച് ചേട്ടന്മാരോട് പോയി കള്ളു കുടിക്കും. ഈ ഏരിയയിൽ അവർ പോകാറേ ഇല്ല. അവർക്ക് പേടിയാണ്. കാരണം കുറേ വിശ്വാസങ്ങളുണ്ട്. അപ്പം ഞാനും ഫസ്റ്റ് ഗുണയിൽ ഇറങ്ങാണ്. ഞാൻ ഫസ്റ്റ് ആദ്യമായിട്ട് ഗുണ കേവിൽ ഇറങ്ങുന്നു. രാവിലെ ഞാൻ ഇറങ്ങുന്നു. ഞാൻ ഇറങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് ഗാർഡ് വന്നിട്ട് എൻ്റെ കയ്യിലൊരു ചെറുനാരങ്ങയായിരുന്നു, ഒരു ഇരുമ്പ് തന്നെയായിരുന്നു. ഇതൊക്കെ അങ്ങനെയാണ് ഫുൾ അവിടെ സാറേ നെഗറ്റീവ് എനർജി സാർ. ഞാൻ പറഞ്ഞു ഓക്കെ. പക്ഷേ നാരങ്ങ നല്ലതാണ്. നാരങ്ങ ആക്ച്വലി അകത്ത് വവ്വാലിൻ്റെ മണമുണ്ട്. വവ്വാലിൻ്റെ എക്സ്ക്രീറ്റിൻ്റെ മണത്തിന് സൈക്കോട്രോപിക് പ്രോപ്പർട്ടി ഉണ്ട്. നമ്മൾ ഈ വവ്വാലുകൾ ഫുൾ ഒഴിക്കുന്ന സ്ഥലത്ത് പോയി അതിൻ്റെ മണം നമുക്ക് ആക്ച്വലി ഹാലുസിനേറ്റ് ചെയ്യും നമ്മൾ. അതുകൊണ്ടാണ് വവ്വാലുള്ള സ്ഥലത്ത് നമുക്ക് പേടിയാവുന്നത്. ശരിക്കും ഇംഗ്ലീഷിൽ ബാറ്റ്ഷിറ്റ് ക്രേസി എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലെങ്കിൽ അത് ഇറ്റ്സ് റിയൽ. നമ്മൾ കുറേ വവ്വാലുകളുള്ള സ്ഥലത്ത് നമുക്ക് ഇരുന്നാൽ നമുക്ക് ചെറിയൊരു ഭയവും അവരുടെ ആ മൂത്രത്തിനും അവരുടെ എക്സ്ക്രീറ്റയ്ക്കും ആ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഇറ്റ്സ് റിയൽ. അതുകൊണ്ടാണ് നാരങ്ങ താഴെ ഇറങ്ങുമ്പോൾ നാരങ്ങ മണപ്പിക്കുന്നത്. അപ്പം അതിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ്സ് റിയൽ.
ഈ വേറെ രീതി നോക്കുമ്പോൾ മാളൂട്ടി ഭരൻ സാർ ഒരു സമയത്ത് വന്നത് നമ്മളുടെ ക്ലാസിക് ലിസ്റ്റിൽ വരുന്ന ഒരു സാധനമാണ്. ഇപ്പൊ ഈ പറയുന്ന റെസ്ക്യൂ എന്ന് പറയുന്ന പാർട്ട് വരുന്ന സമയത്ത് ഈ രീതിയിൽ കൂടി ഉണ്ടല്ലോ. നമ്മൾ പറയുകയാണെങ്കിൽ അന്നത്തെ പരിമിതമായ സാങ്കേതിക സംവിധാനം വെച്ചിട്ടുണ്ടാക്കിയ ഒരു സിനിമ ഈ സമയത്ത് പറയുകയാണെങ്കിൽ എല്ലാ നിലയ്ക്കും അടുത്തൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ ഈ മഞ്ഞുമൽ ബോയ്സ് കാണുമ്പോൾ തോന്നുന്നത്. ഇത് പല ഭാഷകളായിട്ട് ഇത്തരം സർവൈവൽ ഡ്രാമ വന്നതിനെ അതിലൊരു ട്രിബ്യൂട്ട് ആവണം, പക്ഷെ ഒരു കാലോചിതമായി അതിൽ നിന്ന് മുന്നിട്ട് നിൽക്കണം എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ, അതുണ്ടായിട്ടുണ്ടോ? തീർച്ചയായും. അത് ഉറപ്പായിട്ടും നമ്മളൊരു സാധനം ഉണ്ടാക്കുമ്പോൾ അത് ഏറ്റവും നല്ലതായിരിക്കണം തന്നെയാണ് വിചാരിച്ച് തന്നെ ചെയ്യുക. പിന്നെ എന്ന് വെച്ചാൽ ഈ സർവൈവൽ ഫിലിംസ് ഇപ്പോൾ ബാക്കി ഇപ്പോൾ ഹിന്ദി അല്ലെങ്കിൽ ഇപ്പം ഫോർ ഹോളിവുഡ് ആയാലും ഇങ്ങനത്തെ സിനിമകൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നതുകൊണ്ട് ഇതിനൊരു കൃത്യമായ വർക്ക് ഫ്ലോ ഉണ്ട്. ഈ പടം ഓക്കെ ഒരു റെസ്ക്യൂ പടം അപ്പം ഇങ്ങനത്തെ അപ്പം ഓക്കെ ലിസ്റ്റ് അപ്പം നമ്മളിത് ആദ്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഈ ഇതിൻ്റെ വർക്ക് ഫ്ലോ സെറ്റ് ചെയ്ത് അപ്പം മൊത്തം പഠനമായിരുന്നു പരിപാടി. സിനിമ ഉണ്ടാക്കുന്നതിനേക്കാളും നമ്മൾ ഈ പ്രോസസ്സ് എങ്ങനെ ചെയ്യാം, ഇത്രയും വലിയ സെറ്റ് എങ്ങനെ ഉണ്ടാക്കാം. നമ്മൾ ഫിലിമിൽ സെറ്റ് ഉണ്ടാക്കി ആ സെറ്റിലെ മഴ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, ആ സെറ്റ് എയർ കണ്ടീഷൻ ചെയ്ത് കുറേ ടെമ്പറേച്ചേഴ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അജയൻ സംസാരിച്ച് പറഞ്ഞത് എനിക്കൊന്ന് ഐസ് ക്യൂബ് വെച്ച് രാവിലെ ഐസ് ക്യൂബ് ഇറക്കുന്ന ഉമ്മാരെല്ലാം എന്നെ അങ്ങനെ നോക്കും. എടാ അന്ന് മഴക്കാലമായിരുന്നു, അപ്പം ഓൾറെഡി കുറച്ച് തണുപ്പുണ്ട്, പിന്നെ എ സിയുടെ തണുപ്പുണ്ട്. പക്ഷെ എനിക്കത് പോലെ കുറച്ചും കൂടെ തണുപ്പ്. അവിടെ ഒരു ചേഞ്ച് വന്നു. കാരണം അവിടെ ചിദംബരത്തിന് റിലാക്സ് മൂഡ്, മറ്റവർക്ക് കുറച്ചുകൂടി അതായത് ഫിസിക്കലി മെന്റലിയാണ് എൻ്റെ സ്ട്രെയിൻ, ഫിസിക്കലി ഉണ്ട്. പക്ഷെ ഏറ്റവും ഫിസിക്കലി അവർക്ക് ഭയങ്കര മടിയായിരുന്നു. കൊടയിൽ ഷൂട്ട് ചെയ്യുമ്പോഴും രാവിലെ മഴ നനയുന്ന സീനൊക്കെ രാവിലെ ആ മഴയത്ത് ഞാൻ കുളിക്കുക പോലും ഇല്ല. ഞാൻ ഇവരെ രാവിലെ ഇടിച്ച ഫയർഫോഴ്സിനെ കൊണ്ട് ഇവരെ നനപ്പിച്ച് ഇടയ്ക്കിടയ്ക്ക് ഞാൻ തന്നെ ഞാനിലെ നടനല്ലാത്ത എന്ത് ഭാഗ്യം, സംവിധായകനത് എന്ത് ഭാഗ്യം എന്നുള്ളത് എനിക്ക്. അപ്പം അങ്ങനെ രാവിലെ ഐസ് ഇറക്കുമ്പോൾ സൗഭിക്കോ എന്ന് ചോദിക്കും, എന്തിനാണ് സൗഭിക്ക് അത്രയില്ല, 1000 രൂപ എന്തോടല്ലോ. അതല്ലടാ എന്തിനാടാ ഐസ്. അവസാനം ഒരു ദിവസം കൂടെ മതി, നാളെ പോലെ ഐസ് വേണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആരും അറിയാതെ ഐസ് ഇട്ടു. കാരണം അത് നമ്മുടെ നാട്ടിലെ ടെമ്പറേച്ചർ അല്ലോ, ഒരു ലൈറ്റൊക്കെ വെക്കും അപ്പം വേർത്ത് പൊട്ടി ഒഴുകാൻ തുടങ്ങും. പിന്നെ തണുപ്പ് വലിയ എലമെൻ്റാണ്. തണുപ്പിൽ നമ്മൾ സംസാര രീതി, തണുപ്പിൽ നമുക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് ദേഷ്യം വരും. നല്ല തണുപ്പൊക്കെ ആണെങ്കിൽ ഭയങ്കര തണുത്തേക്കുമ്പോൾ നമ്മളുടെ ഈ എന്താ പറയുക ടെമ്പറമെൻറ്റ് കുറച്ച് പ്രശ്നമായിരിക്കും, പെട്ടെന്ന് ആലോചന അങ്ങനെ. അപ്പം അത് എനിക്ക് ആക്ടേഴ്സിൽ അത് വേണം തോന്നി. കാരണം ഫുള്ള് തണുത്ത് ഒരു ഭയങ്കര എന്താ പറയുക, ഒരു നോട്ട് അറ്റ് ഓൾ കംഫർട്ടബിൾ ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ആ തണുപ്പ്, ആ സെറ്റിലും അതേ തണുപ്പിന് വേണ്ടി ഞാൻ വാശി പിടിച്ചത്. ഗുഹയ്ക്കകത്തൊരു അന്തരീക്ഷം, അതിൽ ഉണ്ടാക്കുന്ന ഓരോ എലമെന്റും അതിന് നിങ്ങൾക്ക് അതൊരു റെഫറൻസോ മുൻമാതൃകയോ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അജയൻ ചാലിശ്ശേരി ഇവിടെ ഇരുന്നപ്പോഴും പറഞ്ഞ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മഴ എന്നുള്ളത് ഞങ്ങൾ ഒരേ സമയമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പുള്ളി ഇതൊരു പരീക്ഷണാർത്ഥം കൊടുത്തിരിക്കുന്നത്. ഡയറക്ടർ ഇത് ഒരു ഓക്കെ ടേക്കിലേക്ക് പോകുന്ന സിനാരിയോ ആണ്. ഇവിടെ വെച്ചാണ് മഴ ഉണ്ടാവുന്നത്, ഇത് സെറ്റ് നനയുന്നത്, ഓരോ അവിടെ ഒരു വിശ്വസനീയത സൃഷ്ടിക്കുക എന്ന് പറയുന്ന സ്ഥാനത്തിൽ ഇപ്പൊ ഓരോ സമയത്തും അതിലൊരു പെർഫെക്ഷൻ ഉണ്ടാക്കണല്ലോ. നിങ്ങൾക്ക് ഗുഹയാണെന്ന് തോന്നണം, അതിൻ്റെ ആക്ടേഴ്സിനും അവിടെ ഒരു ബിലീവബിൾ ആവണം, പ്രേക്ഷകർക്ക് തോന്നണം. കാരണം എല്ലാ ഭാഷകളിലെയും സിനിമ കാണുന്നുള്ള VFX ഏറ്റവും ചെറിയ കുറവുകൾ ആളുകൾ കണ്ടുപിടിക്കാറുണ്ട്. ഇതിൽ തന്നെ ഈ പറഞ്ഞ സെറ്റിന്റെ ജോയിൻസോ വേറെ എന്തെങ്കിലും ഏത് സെറ്റാണ് ഇത് പാറയല്ല എന്നൊക്കെ പറയുന്ന സാധനം നമ്മളെപ്പോഴും ട്രോളായിട്ടും സോഷ്യൽ മീഡിയയിലൊക്കെ ഓരോ മറ്റേ സ്ക്രീൻഷോട്ടൊക്കെ ആയിട്ട് വരാൻ സാധ്യതയുള്ള സംഗതിയാണല്ലോ. അവിടെ പെർഫെക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളത് വലിയ പാടായിരുന്നല്ലോ. ഗുഹയിൽ നമ്മൾ റിയലിസം കൊണ്ടുവന്ന് എങ്ങനെ വെച്ചാൽ നമ്മൾ പറയും വേസ്റ്റ് ഇട്ടു. കാരണം റിയൽ ഗുണാക്കി വരുമ്പോൾ നമുക്ക് സങ്കടം വരും. അതിൽ ഇത്രയും നല്ല സ്ഥലം ഫുൾ പ്ലാസ്റ്റിക് വേസ്റ്റും ഡയപ്പേഴ്സും ടൂറിസ്റ്റുകൾ കളയുന്ന ഭയങ്കര അശാസ്ത്രീയമായ രീതിയിലുള്ള. കാരണം ഇത് ഗുഹയും കൂടെ ഉണ്ട്, എല്ലാം കൂടെ ഒലിച്ച് ഇവിടെ വന്ന് അടിഞ്ഞു കൂടും. സോ ആ ഗുണയെ ശരിക്കുള്ള ഗുണയിൽ അത്ര വേസ്റ്റ് ഞാൻ ഇട്ടിട്ടില്ല. എനിക്ക് ഭയങ്കര വൃത്തിയുടെ പോകും. കാരണം എനിക്ക് അത്രയും വേസ്റ്റ് ഉണ്ട്. അത് എന്തെങ്കിലും ഞാൻ DFOനോടും പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും നിങ്ങൾ ചെയ്യണം, അത് ക്ലീൻ ചെയ്യണം എന്നൊക്കെ. പക്ഷെ അത് അപ്പോൾ അതാണ് ആ വേസ്റ്റ്, അതൊക്കെ അങ്ങനത്തെ എലമെന്റ്സ് ആണ് ഇതിനെ കുറച്ചും കൂടെ റിയലിസം ആക്കുന്നത്. കുറച്ച് പൊട്ടിയ ചപ്പല്, ഡയപ്പേഴ്സ്, സാനിറ്ററി അങ്ങനെ എന്ത് നമുക്കാണ് ഇത് എന്തൊക്കെ വേസ്റ്റുകളാണ് നമുക്ക് തോന്നും. പണ്ട് ഷൂട്ട് ചെയ്ത ഒരു പടത്തിന്റെ പ്രോപ്പർട്ടി വരെ അവിടെ ഭയങ്കര റെസ്പോൺസിബിൾ ആണ് നമുക്ക് തന്നെ. നമ്മളത് പണ്ട് ഷൂട്ട് ചെയ്ത ഒരു പടത്തിന്റെ പ്രോപ്പർട്ടി ഇപ്പോഴും എൻ്റെ നടപ്പുണ്ട്. അതേപോലെ തിരിച്ചെടുക്കാനാണ് പോയിരിക്കുന്നത്. ഏതൊരു പാട്ട് സീനിൽ ഷൂട്ട് ചെയ്ത എന്തോ ഒരു സാധനം. അപ്പം അങ്ങനെ അപ്പോൾ അത്ര ഇറസ്പോൺസിബിൾ ആണ്. അത് ഭയങ്കര സങ്കടകരമായ കാര്യമാണ്. അത് എല്ലാ കൊടൈക്കനാലിലല്ല, എല്ലാ ഇങ്ങനത്തെ മേഖലകളിലും നമ്മളൊന്ന് വൃത്തിയാക്കണം. പിന്നെ ഗുഹ വിശ്വസനീയാക്കുന്ന ഗുഹയുടെ സൗണ്ടാണ്. ആ സ്പേസിൻ്റെ സൗണ്ട് എമുലേറ്റ് ചെയ്യുക. ആ ഗുഹയ്ക്കകത്തേക്കും എപ്പോഴും ഒരു ഹൗളിംഗ് സൗണ്ട് എപ്പോഴും ഉണ്ട്. അത് പല ദ്വാരങ്ങളിൽ കൂടെ കാറ്റടിച്ച്
ഇതിലെ കൂടെ പോകുമ്പോൾ അതിൻ്റെ ഒരു കയറുമ്പോൾ ഒരു ആ സൗണ്ട് മറ്റേ പാട്ടിലുണ്ട് കൺമണി ഒരു ഹൗളിംഗ് സൗണ്ട്. പിന്നെ വവ്വാലുകളുടെ വീടാണ് ഫുൾ താഴെ ഫുൾ. അപ്പം അവരുടെ സൗണ്ട് എല്ലാം കൂടെ ചേർന്ന് ഭയങ്കര സൗണ്ട് സ്കേപ്പാണ്. അപ്പം സൗണ്ടിന് നല്ല ടൈം ഉണ്ട്. കാരണം നമ്മൾ ഡബ് ചെയ്ത് എല്ലാ സൗണ്ടിനും പ്രോസസ്സ് ചെയ്യണം. എല്ലാ സൗണ്ടിനും റിവേർബ് വരണം. എല്ലാ സൗണ്ടും ഡിസ്റ്റൻസ് അനുസരിച്ചിട്ട് അതിൻ്റെ റിവേർബ് വരും. അപ്പോൾ സൗണ്ട് ഭയങ്കര ടീഡിയസ് ടാസ്ക് ആയിരുന്നു. അപ്പോൾ ഷിജിൻ ഹട്ടൻ എന്ന് പറഞ്ഞ ആളാണ് സൗണ്ട് ഡിസൈനർ. ഫസൽ ബക്കറാണ് പടം മിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പം പടത്തിന് വീഡിയോ 50% ഓഡിയോ. അപ്പം ഓഡിയോ എന്തായാലും എന്താ പറയുക, ആ ഓഡിയോ കൃത്യമായിട്ട് ആക്കുക. അതുകൊണ്ടാണ് ഗുഹയിലേക്ക് എത്തിക്കുന്നത് ആ സൗണ്ടും കൂടെയാണ്. അല്ലാതെ സൗണ്ട് ഫ്ലാറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ അതൊരു ഫ്ലോറിൽ ഷൂട്ട് ചെയ്ത് പോലുണ്ടാവുള്ളൂ. ഗുഹേനെ വിശ്വസനീയാക്കുന്നത് അതിൻ്റെ സൗണ്ടാണ്. എനിക്കതിൽ കൊണ്ടുവരാൻ പറ്റാത്തത് ഒറ്റ സ്മെൽ, മണം. അവിടുത്തെ ഭയങ്കര മണ്ണാണ്. അപ്പം ചിലവർ പറയും നമുക്ക് എന്തൊക്കെ ഇപ്പോഴും ഇത് ഒരു ഫ്രീസർ പോലെയാണ് ഈ കുഴിക്കകം. അപ്പോൾ അതിൽ ഡീകമ്പോസിഷനൊക്കെ ഭയങ്കര ലേറ്റാണ്. അത് ഭയങ്കര, കാരണം അത് നമ്മൾ ഭൂമിക്കടിയിൽ കുഴിക്കുമ്പോൾ ചൂടായിരിക്കും. ഇത് പക്ഷേ ഇത് 2 പില്ലർ റോക്കിന് നടുക്ക് ലോഡ് ചെയ്തിരിക്കുന്ന സാധനമാണ്. അത് 2 പാറ നടക്കുന്നത് ഒരു ഫ്രീസറാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എക്സ്ട്രീം തണുപ്പാണ്. അപ്പോൾ അതിൽ ഇപ്പോഴും നമുക്ക് ആ ഒരു പല DKയുടെ സ്മെല്ലും കുരങ്ങന്മാർ മരിച്ചു കിടപ്പുണ്ട് അതിൻ്റെ അകത്ത്. അങ്ങനെ പല ജീവികളും വന്നൊരു മരിക്കുന്ന എനിക്ക് ആ തലയോട്ടി എടുക്കുന്നത്. തലയോട്ടി ഫസ്റ്റ് എനിക്കറിയാമോ എനിക്ക് കിട്ടിയ തലയോട്ടിയത്. ഞാൻ ഫസ്റ്റ് ആ തലയോട്ടി എൻ്റെ ഇപ്പോഴും ഫോട്ടോ ഉണ്ട്. മണ്ണിൽ ഇങ്ങനെ പൊതിഞ്ഞൊരു തലയോട്ടി ഫസ്റ്റ് പേടിച്ചു. നമ്മൾ പേടിച്ച് പിടിച്ചാണ് ഇറങ്ങുന്നത്. ഫസ്റ്റ് കുഴിയുടെ അടുത്ത് നമ്മൾ നല്ല പേടി. അങ്ങനെ ഭയങ്കര ഇരുണ്ട സ്ഥലമാണ്. ഭയങ്കര ഇരുണ്ട സ്ഥലമാണ്. ഇത്രയും തെളിച്ചില്ല. നമ്മളിത് നാട്ടുകാർ കാണിച്ചില്ല, കുറച്ച് തെളിച്ചത്. അത് പക്ഷെ പല സമയത്ത് പല മൂടാണ് ഗുഹയ്ക്ക്. ഞാൻ ഫസ്റ്റ് ഇറങ്ങിയ ഗുഹയല്ല രണ്ടാമത് ഇറങ്ങിയപ്പം. ഞാൻ ഫസ്റ്റ് ഇറങ്ങുന്നത് ഒരു സമ്മർ ടൈമിലാണ്. രണ്ടാമത് ഇറങ്ങുമ്പോൾ ഒരു മഴക്കാലം കേട്ടാണ് ഇറങ്ങുന്നത്. ഫുൾ മാറി എക്സ്ട്രീംലി ഡേഞ്ചറസ്. അതായത് എവിടെയും സ്ലിപ്പാവാം, എങ്ങനെയും പോവാം. അങ്ങനെ എക്സ്ട്രീംലി ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ടെറൈനാണ്. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ ഇറങ്ങി. ഫസ്റ്റ് ഗുണയിൽ ഇറങ്ങി, ഞാൻ പറഞ്ഞില്ല ആ നാരങ്ങയൊക്കെ പിടിച്ച് ഞാനിങ്ങനെ ഇറങ്ങി മണപ്പിച്ചൊക്കെ ഇറങ്ങി. ഫസ്റ്റ് കാണുന്നത് ഈ സ്കള്ളാണ്. അപ്പം ഞാൻ ഫസ്റ്റ് ഭയങ്കര ഹ്യൂമൻ സാദൃശ്യമുള്ള തലയാണല്ലോ. കുരങ്ങന്മാർ നമ്മൾ തമ്മിൽ ഭയങ്കര അടുപ്പുള്ളതുകൊണ്ട് ഫസ്റ്റ് ഒരു ഹ്യൂമൻ സ്കള്ള് കിടക്കുന്നവരോട് തോന്നുന്നത്. അപ്പം അതാണ് ഞാൻ എടുത്തപ്പോൾ കുരങ്ങൻ്റെ ഇത്. അപ്പം തന്നെ ആ ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ കാസ്റ്റിംഗ് എടുത്തു. അതിൻ്റെ മെയിൻ അതേ സെയിം ഉണ്ടാക്കി തിരിച്ച് ആ സ്കള്ള് അവിടെ തന്നെ വെച്ചു. എന്നിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ആ സ്കള്ളിൻ്റെ, കാരണം മരണം കിടന്നുറങ്ങാൻ വരുന്ന ഒരു സ്ഥലം പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. പല ജീവികളോട് മരിച്ചു കിടപ്പുണ്ട്. വവ്വാലുകൾ, കുരങ്ങന്മാർ, അങ്ങനെ. അപ്പോൾ അതൊരു ഡെത്ത്. അപ്പോൾ അതാണ് ആ സ്മെല്ല്, ഭയങ്കര ഡെത്ത് സ്മെല്ല്. അതാണ് അതിൽ ബാസി ചോദിക്കുന്നത് എന്തൊരു ചത്ത മണമുണ്ടെന്ന് ചോദിക്കുന്നത്. അപ്പം ആ സ്മെല്ല്, പക്ഷെ ആ സ്മെല്ല് ആൾക്കാർക്ക് പടത്തിൻ്റെ അവസരം. പക്ഷെ അതും കൂടെ ആണെങ്കിൽ ആ പടത്തിന് ഫുൾ ആ ഗുഹയിലേക്ക് എത്തുക എന്നുള്ളത്. അങ്ങനെ അല്ല, ഇത് ഞാൻ പറഞ്ഞൊരു വലിയ ലാർജർ പ്രൊഡക്ഷൻ ഡിസൈനാണ്. നമ്മൾ പറയുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് ഡിസൈൻ ആണല്ലോ. അപ്പോൾ ആ ഡിസൈനിൽ ഈ പറയുന്ന സെറ്റിനെ ഏറ്റവും വിശ്വസനീയമായിട്ട് പ്രസന്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനെ ഓപ്പറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ പറഞ്ഞൊരു പ്രധാനപ്പെട്ട അണ്ടർസ്റ്റാൻഡിങ് ആണല്ലോ സൗണ്ട്, വിഷ്വൽ, പ്രൊഡക്ഷൻ ഡിസൈൻ എന്ന് പറയുന്ന സാധനം. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്ന് ഓരോ ദിവസവും അത് കൺവിൻസിങ് ആയിട്ട് എടുത്തു പോവുക ഒരു ഷൂട്ടിംഗ് സമയത്ത് എന്നുള്ളത് തന്നെ. അത് ഇപ്പം രണ്ടാമത്തെ സിനിമയിലാണല്ലോ, അതായത് സ്ട്രൈറ്റ് സെക്കൻഡ് സിനിമയിലേക്ക് ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഷൈജു ഖാലിദ് ഉണ്ട്, അജയനുണ്ട്, അല്ലെങ്കിൽ സൗണ്ടിന് ഇത്ര നല്ല ടീമുണ്ട്. അതിനപ്പുറത്ത് എങ്ങനെയാണിത് നിങ്ങളത് ഡിസൈൻ ചെയ്തെടുത്തത്? ആ ഏരിയയൊക്കെ, ആ ഏരിയ മൊത്തം ഞാൻ പറഞ്ഞില്ല, മൂവ്മെന്റിന്റെ പ്ലേ ആണ്. അപ്പോൾ അവരിവിടെ വരുന്നു, ഈ പോയിന്റിലേക്ക് എത്തുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് പോകാൻ വീഴുന്നു. അപ്പോൾ രണ്ടുപേരും മേളിലായിരിക്കണം. കാരണം ഇവർ അറിയാണ്ട് പോലും ഏതെങ്കിലും സ്ഥലത്ത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അടുത്ത സീനിലൊരു പണി കിട്ടും. പിന്നെ അവരെ കമ്പോസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളത് ലാസ്റ്റിൽ കയറ് പിടിക്കാറാകുമ്പോൾ ഈ ഏരിയ തന്നെ വേണമെന്നുള്ള അത് കാൽക്കുലേറ്റ് ചെയ്യണം. അവരെ ഫുൾ മൂവ്മെന്റ് കൊറിയോഗ്രാഫി ചെയ്യേണ്ടത്. ഫുൾ ഡിസൈൻ ഉണ്ട് അതിൻ്റെ. നമ്മളെ എൻ്റെ സ്റ്റോറി ബോർഡ് ചെയ്തത് പവിശങ്കറാണ്, സർക്കാസിന്. അപ്പം ഫോളും എക്സ്റ്റെൻസീവ് 52 ഫ്രെയിം അങ്ങനെ സ്റ്റോറി ബോർഡ്സ് ഉണ്ട്, കുറേ ഇഷ്ടംപോലെ സ്റ്റോറി. അപ്പം അത് വെച്ചിട്ട് അത് നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അതിലൊന്നും നമ്മളത് വരച്ചതല്ല, നമ്മൾ ഉണ്ടാക്കി വരുന്ന അങ്ങനെ ഭയങ്കര ഡിഫറെൻറ്റ്. ലെൻസിൽ കാണുമ്പോൾ വേറെ ആയിരിക്കും. അപ്പം അങ്ങനെ ഞാൻ ഷൈജുക്കൊക്കെ ഇടയ്ക്ക് ഫുൾ പ്രാന്തായിട്ട് ഷൈജുക്ക് എടുത്ത പോലെ കുടുംബത്തിൽ ചെയ്താൽ പോലായിരുന്നു. ഞാൻ പറഞ്ഞു ഷൈജുക്ക് അടുത്ത ചിത്രം ഒരു അച്ഛൻ അമ്മാമ്മ കഴിഞ്ഞു അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ. അപ്പോൾ അത്രയും സ്ട്രെസ്ഫുള്ളായിരുന്നു. നമ്മൾ ചില സമയത്ത് ഞാൻ കൃത്യമായിട്ട് ആലോചിച്ചുള്ളൂ. ഞാൻ രാവിലെ ലൊക്കേഷൻ ഇതൊക്കെ വേറെ ഏറ്റെടുക്കേണ്ടായിരുന്നു. കാരണം അത് അങ്ങനത്തെ ഭയങ്കര തകർന്ന പോകുമ്പോൾ, കാരണം കുറേ ദിവസം ഉറങ്ങാൻ പറ്റിയിട്ടില്ല, ഒന്നുകൂടെ ശരിയാവുന്നില്ല. അങ്ങനെ ഭയങ്കര ഇമോഷണലി ഭയങ്കര സ്ട്രെസ്ഫുൾ മൊമെന്റ്സ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പിന്നെ ചില ദിവസങ്ങളിൽ എനിക്ക് പേടിയാണ്. ഞാൻ ഇങ്ങനെ രാവിലെ അടിച്ചോണ്ട് വലിയ സെറ്റ് കാണുമ്പോൾ പോയോ ഞാനെന്തോ പറഞ്ഞു ഒരു വലിയ സെറ്റൊക്കെ ഉണ്ടാക്കി വെച്ച് ഞാനൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് എന്താ പറയാ, അതാണ്. അപ്പോൾ എനിക്കെന്നെ ഒരു ഭയം ഉണ്ടായിരുന്നു. ഇത്ര ഞാൻ പറഞ്ഞിട്ട് ഇത്ര വലിയ സെറ്റൊക്കെ കിട്ടി കഴിഞ്ഞപ്പോൾ ഒന്നും നടന്നില്ല. അങ്ങനെ ഭയങ്കര ഭയം ഉണ്ടായിരുന്നു. അപ്പം സ്ട്രെസ്ഫുൾ ആയിരുന്നു. പക്ഷേ സൗബിക വാസ് വെരി
വെരി കോപ്പറേറ്റീവ് ആൻഡ് ഒന്നിലും എല്ലാത്തിനും ഫുൾ ഫ്രീഡം തന്നെയായിരുന്നു. മാത്രമല്ല എനിക്കൊന്ന് സൗബിൻ ഇത് കേട്ട മാത്രയിൽ വിശ്വസിച്ചൊരു സിനിമയാണ്. അതായത് ഇതിന്റെ ഇപ്പം ജാനേമൻ പോലൊരു സിനിമയല്ല ഇത്, പക്ഷെ ഇതിൽ ഒരുപാട് പിന്നെ സാങ്കേതിക അവതരണം വേണ്ട ഒരു ടെക്നിക്കൽ ഏരിയയിലൊക്കെ ഒരുപാട് പ്രത്യേകതയുള്ള സിനിമയാണല്ലോ. നമുക്ക് മലയാളത്തിലാണെങ്കിലും ഈ വിധം ഒരു സിനിമയ്ക്ക് ഒരു മുൻമാതൃകയില്ല. അപ്പൊ അങ്ങനെ ഒരു സിനിമയിലേക്ക് ചിദംബരത്ത്, അതായത് നിങ്ങൾക്കിടയിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് രൂപപ്പെട്ട ശരിക്കും എവിടെയാണ്? ഈ സിനിമയുടെ വാല്യൂ തന്നെ മാറുന്നത് ഷൈജു ഖാലിദ് വരുമ്പോഴാണ്. അപ്പം ഞാൻ ഇപ്പം ഷൈജു ഖാലിദ് വരുമ്പോൾ തന്നെ ബാക്കി നമുക്ക് ഷൈജു ഖാൻ ക്യാമറ എന്ന് പറയുമ്പോൾ തന്നെ ബാക്കി പരിപാടി, അപ്പം ആ ഷൈജു ഖാൻ എന്നിൽ വിശ്വസിച്ചു. അപ്പോൾ അവിടെ നിന്ന് തൊട്ട് ബാക്കി ടെക്നീഷ്യൻസ് എല്ലാം ലൈക്ക് ഫോളോ. അജയേട്ടനെ എനിക്ക് ഈ പടത്തിലൂടെ ഞാൻ പരിചയപ്പെടുന്നത്, നേരത്തെ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. പക്ഷെ അജയേട്ടനോട് ഞാൻ പോയി കഥ പറഞ്ഞു. അപ്പോൾ അജയേട്ടൻ മനസ്സിലായി കൊള്ളാം, ഇതെനിക്കൊരു ഗുഹ ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ അപ്പോൾ അജയേട്ടനത് ചെയ്തു. ഷൈജു ഖാനും ഷൈജു ഖാൻ ഫിലിംസ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഷൈജു ഖാൻ അറിയാം ഇതൊരു കുറേ വിഷ്വലി കുറേ സാധ്യതകളും. അങ്ങനെ ഞാൻ ഷൈജു ഖാൻ വാസ് കുറച്ച് ഫെഡ് ഓഫ് ലൈക്ക് ഡൂയിങ് ഒരു എന്താ പറയുക നാച്ചുറൽ ടൈപ്പ് റിയലിസ്റ്റിക് കുറച്ച് സാധനങ്ങൾ നമുക്കൊന്ന് അങ്ങനെ പിടിക്കാം. അങ്ങനെയാണ് ഷൈജു ഖാൻ വന്നത്. പിന്നെ സൗബിക ഡയറക്ടറും കൂടെ ആണല്ലോ, അപ്പം പുള്ളിക്കാരനും ഇതിൻ്റെ സാധ്യതകളും. സൗബിക എന്നോട് പറഞ്ഞ ഒരേ ഒരു ബ്രീഫേ ഉള്ളൂ, ലാസ്റ്റ് ആകുമ്പോൾ ആൾക്കാർ കരഞ്ഞുകൊണ്ട് കൈയടിക്കണം. ഞാൻ പറഞ്ഞു ഓക്കെ, അത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതായത് അവനെ വിളിക്കുമ്പോൾ അത്ര ഇമോഷണലായിട്ട് അങ്ങനെ ആ ഇമോഷനും യെറ്റ് ഒരു അഡ്രിനാലിനും ഉള്ള. അപ്പോൾ അതായിരുന്നു ഒരു ബ്രീഫ്. കാരണം അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിലേ പടം ബോക്സ് ഓഫീസിൽ വർക്കാവും. അപ്പോൾ ഞാൻ പടം അതേപോലെ അവരുടെ എക്സ്ട്രീം അതേപോലെ എടുത്തു കഴിഞ്ഞാൽ അത് ഒരു സീരിയസ് സിനിമയെ മാറും. കാരണം ഡാർക്ക് മാത്രമേ ഉള്ളൂ, വീഴുന്നു, സാത്താൻ്റെ അടുക്കള, മരണം. അപ്പം അതാണ് പിന്നെ തിരിച്ചു വന്നിട്ടുള്ള മെന്റർ. അപ്പം അതിൽ നിന്നൊരു അതിൽ ഒരു സമയത്ത് ഒരു കൃത്യം ഒരു എൻഗേജിങ് ആയിട്ടുള്ള ആൾക്കാർക്ക് വന്ന് കാണുന്ന അങ്ങനത്തെ ഒരു മോഡലിലേക്ക് കൊണ്ടുവരുന്നത് എങ്കിലും ഇത് ഫിനാൻഷ്യലി വയബിൾ ആവുള്ളൂ. അതായിരുന്നു എൻ്റെ ഒരു പരിപാടി. പിന്നെ അതെ, ഒരു തിയേറ്ററിക്കൽ ആണ്. പക്ഷെ സ്റ്റിൽ സൗബിക കാണിച്ച ധൈര്യം എക്സ്ട്രീമാണ്. അല്ലാതെ ഒരു രണ്ടാമത്തെ പടം പിന്നെ അത് ജാനേമനിൽ കണ്ടിട്ട് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ഇങ്ങനത്തെ ഒരു പടം. ജാനേമൻ ഒരു ഡയലോഗ് ഓറിയന്റഡ് ഡ്രാമയാണ്, ഇതൊരു വിഷ്വൽ ഡ്രാമയാണ്. അപ്പം അത് എന്നാലും ഈ ബിലീവ്ഡ് ഇൻ മീ ആൻഡ് അത് ചെയ്തു. അതാണ് വലിയ കാര്യം. മുൻപ് ചെയ്ത ഇപ്പം ഒരു സിനിമയ്ക്ക് മുൻപ് ചെയ്തിട്ടുള്ള എല്ലാ വർക്കുകളും, അതിപ്പോൾ ഡോക്യുമെൻ്ററി ഫിലിം മേക്കിംഗ് ആണെങ്കിലും അസിസ്റ്റന്റ് സിനിമാറ്റോഗ്രഫി ആണെങ്കിലും ഇതെല്ലാം ഒരു ഈ സിനിമയുടെ ഒരു മൂലധനമായിട്ടുണ്ടാവുമല്ലോ. ശരിക്കും എങ്ങനെയാണ് ഈ രാജീവ് രവി അല്ലെങ്കിൽ കെ യു മോഹൻ അവിടെ നിന്നുള്ള ഒരു ടേക്ക് അവേ എന്താണ്, അവിടെ നിന്ന് എന്താണ് പഠിച്ചെടുത്തത് അവരിൽ നിന്ന്? രാജീവേട്ടൻ്റെ നിന്ന് കുറേ പഠിക്കാനുണ്ട്. ഓർഗാനിക്കായിട്ട് ഒരു സാധനത്തിന് എങ്ങനെ സമീപിക്കാം, അധികം ബഹളമൊന്നും ഇല്ലാണ്ട് എങ്ങനെ ഒരു പരിപാടി ഷൂട്ട് ചെയ്യാം. ഞാനത് പണ്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ക്യൂവിൻ്റെ ഇൻ്റർവ്യൂ തന്നെ റാൽഫിൻ്റെ അടുത്താണ് ഞാൻ പറഞ്ഞത്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുന്ന സംസാരിക്കുന്ന ഒരു സീൻ ഷൂട്ട് ചെയ്യാൻ 250 ആൾക്കാരുടെ ആവശ്യമില്ല. അപ്പോൾ രാജീവേട്ടൻ ഫസ്റ്റ് വന്ന് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ആവശ്യമില്ലാത്തൊക്കെ പോയി റെസ്റ്റ് ചെയ്തെന്ന് പറയും. എഡീസിൻ്റെ അടുത്തും പറയും, എടാ ഞാൻ ഒന്ന് ഷൂട്ട് ചെയ്തോട്ടെ, നിങ്ങൾ പോയി റെസ്റ്റ് ചെയ്തെന്ന് പറയും. നമുക്ക് അയ്യോ രാജീവ് അങ്ങനെ പറയല്ലേ. അപ്പോൾ അതാണ് അത് ഏറ്റവും സിമ്പിളാക്കുക പരിപാടി, ഫുൾ ഷെഡ്, അതിൻ്റെ വെയിറ്റ് കുറയ്ക്കുക. പിന്നെ പോസ്റ്റ് കാർഡിസം ഒഴിവാക്കുക. അതായത് ഇങ്ങനെ ഒരു പെർഫെക്റ്റ് അങ്ങനെ അതൊന്നും രാജീവിൻ്റെ ഇഷ്ടം അങ്ങനെ വെക്കില്ല. അത് റിയലിസം ആണ് ഞാൻ അവിടെ നിന്ന് പഠിച്ചത്. മോഹൻ സാറിൻ്റെ ഞാൻ പഠിച്ചത് ബ്യൂട്ടിയാണ്. മോഹൻ സാർ ഞാൻ കുറച്ചേ വർക്ക് ചെയ്തുള്ളൂ എനിക്ക്. പക്ഷെ ഞാൻ മോഹൻ സാറായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ ടു കം ഇൻ ടു സിനിമ. അപ്പോൾ അത് വെച്ചാൽ നാട്ടിൽ നിന്നുള്ള ഇൻസ്പിറേഷൻ ഒരു കഥ. അതായത് എന്നെ കോളേജിൽ നിന്ന് പുറത്താക്കി. ഞാൻ മംഗലാപുരത്ത് അലോഷ്യസിലാണ് പഠിച്ചോണ്ടത്. കോളേജിലൊക്കെ ഞാൻ BCA. എന്തിനാ അത് BCA ചേർന്നത് എനിക്ക് ഇപ്പോഴും അറിയില്ല. പണ്ടൊക്കെ പക്ഷേ നീ ഏത് കോളേജിൽ പോകുന്നത് എന്നാൽ പിന്നെ ഞാനും അതേ കോളേജിൽ. അപ്പോൾ അങ്ങനെ പോയത് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ്. അപ്പോൾ അങ്ങനെ അലോഷ്യസിൽ നല്ല കണക്ട് ആണ്. അടുത്ത 2 മണിക്കൂറിൽ ഫുൾ മാറുകയല്ലേ. നമ്മൾ പയ്യന്നൂരിൽ നിന്ന് ബോറടിക്കുമ്പം എന്നാൽ വീക്കെൻഡ് പാർട്ടി ആണ്. അതായത് 2 മണിക്കൂറിൽ നമ്മൾ വേറെ വലിയ നഗരത്തിലെത്തുകയല്ലേ. അപ്പോൾ മംഗലാപുരം കണ്ണൂർക്കാർക്കും കാസർഗോഡുകാർക്കും ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഡ്രീം സിറ്റിയാണ്. അവിടെ പോവുക, ഹോസ്പിറ്റലായാലും എല്ലാ കോളേജുകളായാലും എല്ലാം അവിടെ അതൊരു വലിയ മംഗലാപുരം നല്ല സിറ്റി തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മംഗലാപുരം. അപ്പോൾ മംഗലാപുരത്ത് അവിടെ നിന്ന് പുറത്തായി. അപ്പം കാര്യങ്ങൾ കുറച്ച് കുഴപ്പത്തിലായി. അപ്പോൾ എന്താണ് എനിക്കും അറിയില്ല എന്താണ് ഞാനൊരു ഐഡൻറ്റിറ്റി ക്രൈസിസ്. അപ്പം അങ്ങനെ ഒരു ഭാഗമാണ് ഞാൻ ഇപ്പോൾ BCA ഒക്കെ ചേർന്നത്. എന്താ അപ്പം അങ്ങനെ ഞാൻ നാട്ടിൽ എൻ്റെ തറവാട്ടിൽ തെയ്യായിരുന്നു. അപ്പോൾ ആ കൊല്ലം 2006 ഡോൺ ഇറങ്ങി കൊല്ലം. അവൻ സ്കൂളിൽ അവിടെയൊക്കെ ഡോൺ ഇങ്ങനെ കത്തിക്കുന്നിട്ട്. അപ്പോൾ അങ്ങനെ അച്ഛൻ നിനക്ക് എൻ്റെ ഒരു സുഹൃത്തിനെ പരിചയപ്പെടുത്തുക, എൻ്റെ മച്ചനാണ് ഒരാൾ ബന്ധുവായിട്ടും. അങ്ങനെ നോക്കുമ്പോൾ ഇത് മോഹനൻ ഇപ്പം ഹിന്ദി സിനിമയിലെ ക്യാമറമാൻ. നീ ഇപ്പം സിനിമ ഷൂട്ട് ചെയ്ത സിനിമ ഏതാ? ഡോൺ. ഡോണിൻ്റെ ക്യാമറമാനോ? അതും കയ്യൻ്റെ ഒരു മുണ്ട കൊടുത്തിട്ട് സാധാരണ അതേപോലെ തെയ്യത്തിനെ പോലെ താടിയൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു കയ്യോടെ, സാർ എനിക്ക് അസിസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അത് പറ്റില്ല, പണിയൊക്കെ പഠിച്ചിട്ട് പറഞ്ഞു. പിന്നെ ഇറ്റ് ടുക്ക് മീ 10 years ടു അസിസ്റ്റ്. 10 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ
അപ്പോൾ പുള്ളിക്കാരനെ കാണുന്നതാണ് എൻ്റെ കണ്ടതൊരു മെയിൻ ഇൻസ്പിറേഷൻ ആയിരുന്നു. അപ്പം അത് നമ്മുടെ നാട്ടിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്ന്, അല്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് ഒരാൾ ക്യാൻ ഷൂട്ട് ഷാറുഖ് ഖാൻ ഫിലിം ആൻഡ് ഓൺ ദാറ്റ് ടു പെർഫെക്റ്റ് സിനിമാറ്റോഗ്രാഫി. അപ്പോൾ അതൊരു ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. അപ്പം അങ്ങനെ ഒരാൾ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ ഞാൻ അപ്പം തന്നെയാണ് അറിയുന്നത്. അപ്പോൾ അപ്പം തന്നെ എനിക്ക് ഭയങ്കര ആരാധനയായിരുന്നു പുള്ളിക്കാരനോട്. അപ്പോൾ അന്ന് അസിസ്റ്റ് ചെയ്യാൻ ചോദിച്ചു, നടന്നില്ല. പണിയൊക്കെ കറക്റ്റാണ് പറഞ്ഞാൽ വളരെ ശരിയാണ്. അന്ന് ഞാൻ അവിടെ പോയിരുന്നെങ്കിൽ ചീത്ത അടുത്ത വണ്ടിക്ക് തിരിച്ചു വരേണ്ടി വരുമായിരുന്നു. നീ കുറേ പണി പഠിച്ചിട്ട് വാ, എൻ്റെ അടുത്ത് വന്ന് നീ കേരളത്തിൽ ഇഷ്ടംപോലെ നല്ല ക്യാമറാമാരുണ്ടല്ലോ, ഇവിടെ പണിയെടുക്കുക, ഇവിടെ പണി. അപ്പം അതിനുശേഷം ഞാൻ എന്താ പറയുക, രാജീവേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പം 8 സിനിമാറ്റോഗ്രാഫേഴ്സ് ഉണ്ടാവും കമ്മട്ടിപ്പാട് ആ ഷൂട്ട്. അപ്പം മതിച്ചേട്ടനുണ്ട്, സുരേഷ് ഏട്ടൻ, അങ്ങനെ ശേഷം രാജീവൻ അസിസ്റ്റൻസിന്. അപ്പം കുറേ സിനിമാറ്റോഗ്രാഫേഴ്സിനോട് വർക്ക് ചെയ്യാൻ പറ്റി, ഇൻട്രാക്ട് ചെയ്യാൻ പറ്റി. മതിച്ചേട്ടൻ്റെ കൂടെ 2 പറഞ്ഞ പോലെ മതിച്ചേട്ടൻ ഒരു ഗുരു തന്നെയാണ്. മതിച്ചേട്ടൻ്റെ ഭയങ്കര അടിപൊളി സിനിമാറ്റോഗ്രാഫറാണ്. അപ്പം അങ്ങനെ കുറച്ചും കൂടെ അങ്ങനെ. അപ്പം ഞാൻ അവസാനം ഒരു 10 കൊല്ലമൊക്കെ കഴിഞ്ഞ് അസിസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ADRTC വർക്ക് ഞാൻ മോഹൻ സാറെ വിളിച്ചു. സാറ് ഞാൻ പണിയെടുത്തു, കുറച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഡിനേ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായി. പറഞ്ഞ പ്രകാരം ചെയ്തല്ലോ, ചെയ്തു. ഇനി അപ്പം ഞാൻ ആടുജീവിതത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട് AC ആയിട്ട്. ഫസ്റ്റ് ഷെഡ്യൂൾ മോഹൻ സാർ വയ്ക്കുന്ന സമയത്ത്. അപ്പോൾ അതാണ് മോഹൻ സാറിന്റെ എക്സ്പീരിയൻസ്. ഈ സതീഷ് പൊതുവാൾ എന്ന് പറഞ്ഞ ഫിലിം മേക്കറാണ്, ഡോക്യുമെന്ററി ഫിലിം മേക്കറാണ്. ഇതിനപ്പുറത്തൊരു ഭയങ്കര സോഷ്യൽ ബീയിങ് എന്നുള്ളതിൽ പല റോളൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് അച്ഛൻ. അപ്പോൾ എനിക്ക് തോന്നുന്നത് സതീഷ് ചേട്ടൻ്റെ ഒക്കെ കാര്യത്തിൽ പുള്ളി ഒരേ സമയം KP ശശി, ചിന്തരവി, അങ്ങനെ പലതരത്തിൽ TV സാറ്, അങ്ങനെ പലതരത്തിലുള്ള ഇപ്പം സമാന്തര സിനിമയുടെ ആളുകളുമായിട്ട് വളരെ ഹാർഡ് കോർ റിലേഷൻഷിപ്പിൽ പോകുന്നു. ഇപ്പുറത്ത് ജയരാജ് സാറിന്റെ എല്ലാതരം സിനിമകളുടെയും ഭാഗമാവുന്നു. അങ്ങനെയുള്ളൊരു സ്ഥലത്തു നിന്നാണ് വരുന്നത്. എപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് പുസ്തകങ്ങൾ, അതായത് കൂടുതൽ വായിപ്പിക്കാൻ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അത്തരം അറിവ് പകരാനാണ് കൂടുതലായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അച്ഛൻ ഏത് രീതിയിലാണ് സിനിമ എന്നുള്ള കാര്യത്തിൽ ഒരു ഏത് തരം മൂലധനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? അച്ഛൻ്റെ മൂലം ഇത് തന്നെ. അച്ഛൻ ചെറുതിലെ നമ്മളുടെ മുന്നിലേക്കിട്ട വിഷയങ്ങൾ, അത് വാങ്ങിച്ചെന്ന പുസ്തകങ്ങൾ, ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് എന്നെ എഴുതാൻ സഹായിക്കുന്നതും ആ ഭാഷ അത് വരുന്നതും അച്ഛൻ തന്ന പുസ്തകങ്ങൾ കൊണ്ട് തന്നെയാണ്. പണ്ടേ പൊളിറ്റിക്കൽ പുസ്തകങ്ങളൊക്കെ തീർന്നു ചെറുതിൽ തന്നെ. അത് അന്ന് എനിക്ക് സിനിമയോട് വലിയ ഇതില്ലായിരുന്നു. കാരണം അച്ഛൻ അന്ന് സിനിമാക്കാരനാണെങ്കിൽ ഞാൻ ഫിലിം മേക്കറാണെന്ന് ഒരിക്കലും ആ സമയത്തൊന്നും എനിക്ക് അച്ഛൻ ആക്റ്റീവായി വർക്ക് ചെയ്യുന്ന സമയത്ത് തോന്നിയിട്ടില്ല. എൻ്റെ അഭിനയത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ ചെറുതിലെ ഞാൻ ഞാനാണ് ഫസ്റ്റ് അഭിനയിക്കുന്നത്. ഞാൻ ചെറുതിലെ സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്. അതോടെ നിർത്തി. അപ്പോൾ അത് കേട്ടപ്പോൾ ഗഡുവിൽ അഭിനയിക്കും. അപ്പോൾ അങ്ങനെയാണ്. അപ്പം അങ്ങനെ ചെറുതിലെ അപ്പം അതോടെ എനിക്ക് ആ സമയത്ത് എനിക്കിത് താല്പര്യമില്ല. എനിക്കിതിനോട് വലിയ ഒരു ബഹുമാനവും ഇല്ലായിരുന്നു ഫിലിം മേക്കിങ്ങിനോട്. കാരണം എനിക്ക് അറിയില്ല. സീരിയലിൽ അങ്ങനെ പണ്ടത്തെ ഒരു സീരിയൽ കണ്ടുപിടിച്ചോളൂ. ഇല്ല, കണ്ടുപിടിക്കരുത്, ഡിലീറ്റ്. അപ്പം അങ്ങനെ അപ്പൊ അച്ഛന് അപ്പൊ പണ്ടോട്ട് ഈ സമാന്തര സിനിമകളിലേക്ക് ഒരു ആക്സസ് ഉണ്ടായിരുന്നു. അപ്പൊ അച്ഛൻ വർക്ക് ചെയ്യുന്ന ആൾക്കാർ വീട്ടിൽ വരും. ശശി, KP ശശി, നീണ്ട സംഭാഷണം. ഇവരെന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്, അവരെ തമ്മിൽ തല്ലാവുന്നു, വാഗ്വാദമാവുന്നു, അപ്പോഴത്തേക്ക് എന്തൊക്കെയോ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ. അപ്പം ആ ഒരു ഇത് അപ്പം ചെറുതിന് ഇവരൊക്കെ അറിയുന്നതുകൊണ്ടും ആ ഒരു ഫിലിം മേക്കിംഗ്, അങ്ങനത്തെ കുറച്ച് ഫിലിംസ് അന്ന് അപ്രീഷിയേറ്റ് ആയിട്ടില്ല. പക്ഷെ അങ്ങനത്തെ ഒരു വിഭാഗം സിനിമയുടെ എക്സിസ്റ്റൻസ്, അപ്പോൾ അതിലെ അങ്ങനെ ചന്ദ്രമാനൊക്കെ അറിയാം എല്ലാവരും. അങ്ങനെ അതൊരു വലിയ ഇതായിരുന്നു. സമാന്തര സിനിമകളുടെ ഒരു ബേസ് ആ സമയത്ത് കിട്ടിയിരുന്നു. അന്ന് രണ്ട് തന്നെയായിരുന്നു. സമാന്തര തന്നെയായിരുന്നു. അപ്പം അച്ഛൻ ആ സ്കൂളിന്റെ ആളാണ്. അപ്പം അങ്ങനെ കുറെ അതിലേക്ക് ഒരു എക്സ്പോഷർ ഉണ്ടായിട്ടുണ്ട്. അത് തന്നെ. സിനിമയുടെ കാര്യത്തിൽ ഇപ്പം ഏതെങ്കിലും തരത്തിൽ ഇപ്പോഴും നിങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഡിസ്കഷൻ നടക്കും? ജാനമനെ കുറിച്ച് എഴുതുന്ന ഓരോ ഘട്ടം അച്ഛൻ വളരെ സന്തോഷവാനും ഉത്സാഹത്തോടെയും ഈ സിനിമയെ കുറിച്ച് സംസാരിക്കില്ല. അച്ഛനായിട്ട് ഞാൻ അങ്ങനെ റൈറ്റ്, കാരണം ഒരു സിനിമയിൽ ഒരു ഡയറക്ടറെ പാടും. നിങ്ങളുടെ ഡയറക്ടർ അങ്ങനെയല്ല, അതൊരു ഹെൽത്തി പരിപാടിയാണ്. കാരണം അച്ഛനോട് ഞാൻ ഫുൾ കാര്യങ്ങൾ സംസാരിക്കും, പക്ഷെ ഞാൻ ഫിനിഷ്ഡ് പ്രോഡക്ട്സേ കാണിക്കാറുള്ളൂ. അത് ഈ 2 സിനിമയും കണ്ടോ? എങ്ങനെയാ? പിന്നെ അച്ഛൻ കണ്ടു. അച്ഛൻ ഭയങ്കര ഹാപ്പിയാണ്, വെരി ഹാപ്പി ആൻഡ് ഈസ് വെരി പ്രൗഡ്. അച്ഛനും ഒരു ക്ലോഷർ ചെയ്യുന്ന പോലെയാണ് അച്ഛൻ പറയുന്നത്. അപ്പോൾ അതാണ് എൻ്റെ ഇത്.
ഈ ഗണപതിയായിട്ടാണെങ്കിലും ഞാൻ പറയുന്നത് ഈ ജനമനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ചിദംബരത്തിനേക്കാൾ പ്രൗഡായിട്ട് സംസാരിക്കുന്ന ഒരു ഗണപതിയെ കാണാൻ ഉറപ്പായി അതിന്റെ കോ റൈറ്ററാണ്, അതിന്റെ പാർട്ടിലുണ്ട്. പക്ഷെ നല്ല ഞാൻ പറയുന്നത് ചിദംബരത്തിന്റെ റൈറ്റിങ്ങിനെ കുറിച്ച് ഇപ്പം നമ്മൾ പറയില്ലേ, നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ സിനിമയെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അതിന്റെ ഒരു ഇനീഷ്യൽ പ്രൊമോഷൻ ഘട്ടത്തിലേക്ക് ഗണപതി, ഇപ്പം ഇതിന്റെ കാസ്റ്റിംഗിലാണെങ്കിലും ഗണപതി അത്രയും ഒരു നിഷ്ഠ, അതായത് ഒരു എന്നാൽ കുറച്ച് കൂട്ടുകാരെ പിടിച്ച് അപ്പുറത്തേക്ക് ഇട്ടേക്കാന്നുള്ള ചിന്തയല്ലല്ലോ ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾക്കിടയിലുള്ള ഒരു എന്താ ക്രിയേറ്റീവ് അസോസിയേഷൻ കൂടി ഉണ്ടല്ലോ. അത് ഞാൻ ഗണപതി ആക്ച്വലി ഫുള്ളായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്ത ജാനമല്ലാണ്. ഞാൻ അതിന് മുമ്പ് നമ്മൾ വർക്ക് ചെയ്തെന്ന് വെച്ചാൽ കമ്മിറ്റി പാടത്തിന് അവനൊന്നും ഒരു സീനില്ല. അങ്ങനെ ഒരു അതല്ലാണ്ട് ഒരു മൊത്തമായ ഒരു പ്രോസസ്സിലേക്ക് ഇരിക്കുന്നതും റൈറ്റിങ്ങിലേക്ക് ഇരിക്കുന്നതും അത് നമ്മൾ ജാനമല്ലാണ് ആദ്യമായിട്ടാണ്. അപ്പം തമാശകൾ പെട്ടെന്ന് അവനോട് എഴുതാൻ എളുപ്പമാണ്. ഒരു സാധനം പറഞ്ഞാൽ അതിൻ്റെ അപ്പം തന്നെ അതിൻ്റെ കൗണ്ടർ തിരിച്ചിങ്ങനെ ആയിരിക്കും പറയുന്നത്. അങ്ങനെയല്ല. അപ്പം അങ്ങനെ അത് ഡയലോഗ് സ്ട്രക്ചറിലൊക്കെ എഴുതാൻ ഗണപതി ശരിക്കും നല്ലൊരു ഐഡിയാണ്. നല്ലൊരു ഡയറക്ടർ ആവാൻ സാധ്യതയുള്ള ആണവൻ. ഹീ ഡിഡ് എ ഷോർട്ട് ഫിലിം, ഒന്ന് ചിരിക്കും എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം. അപ്പം ഡയറക്ഷൻ പ്ലാനും ഉണ്ട്. ഉണ്ട് ഈസ് റൈറ്റിംഗ് അങ്ങനെ. അപ്പം ഗണപതിക്ക് എന്താ പറയുക, ഗണപതിക്ക് അവരെന്നെക്കാണ് ആവേശമാണ് ഇത് ചെയ്യാനും പരിപാടി. ഞാൻ കുറച്ചുകൂടി ഇൻവെൽ, ഞാൻ അധികം സന്തോഷിക്കുക. അങ്ങനത്തെ ഹീ ലൈക്സ് ടു ടോക്ക് മോർ, എനി ടോക്സ് വെൽ. മാത്രമല്ല എനിക്കൊന്ന് ഗണപതി തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചിദംബരം ഒരുപാട് എഴുതിയിട്ടുണ്ട് ഇതല്ലാതെ. ജാനേമനും മഞ്ഞുമൽ ബോയ്സ് വരാതെ ഇനിയും സ്ക്രിപ്റ്റുകൾ എഴുതിയതിനു ശേഷമാണ് ജാനേമൻ ഇത് ലാൻഡ് ചെയ്യുന്നത് അല്ലേ? അത് ഇനി തുടർന്ന് ചെയ്യാനുള്ള സിനിമകളാണോ അതോ നേരത്തെ സ്ക്രാച്ചിൽ നടത്തിയ ആലോചനയാണോ? അല്ല, ചിലത് ഒരു ഫസ്റ്റ് എഴുത്ത് എന്തായാലും ബോറായിരിക്കും, ആദ്യം എഴുതിയ സ്ക്രിപ്റ്റ്. അപ്പം അങ്ങനെ എഴുതിയാണ് നമ്മൾ റിഫൈൻഡ് ആവുന്നത്. അപ്പം ഫസ്റ്റ് എഴുതിയ സ്ക്രിപ്റ്റ് സിനിമ ആവാത്തതിൽ ഞാനിപ്പം നന്ദി പറയുന്നു. കാരണം അത് ഫസ്റ്റ് സിനിമ ആയിരുന്നെങ്കിൽ പാളിയാൻ. അപ്പോൾ അത് എഴുതി റിഫൈൻമെൻറ്റ് വന്നിട്ടാണ് ജാനമൻ എനിക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റിയത്. അങ്ങനെ വേറെ പക്ഷേ കുറേ സാധനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ഒരു എഴുതി വെച്ചിട്ടുണ്ട്. അത് ചെയ്യാനായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷെ അത് വലിയ പടമായിരുന്നു, വയലൻസുമാണ് അതിൻ്റെ ഒരു ബേസ്. അത് ചെയ്യാൻ അതിനെപ്പറ്റി ആരുടെ സമയത്താണ് ജാനമൻ ഉണ്ടാക്കുന്നത്. അപ്പം നേരെ കോമഡി ചെയ്യുക എന്നുള്ളത് വലിയ ഷിഫ്റ്റായിരുന്നു അത്. അപ്പോൾ അതാണ് ഞാൻ അതേപോലെ അച്ഛനോട് വിളിച്ചാണ് ചോദിക്കുന്നത്, അച്ഛൻ കോമഡിയാണ് എന്താ ചെയ്യാന്ന് ചോദിക്കും. ധൈര്യമായിട്ട് ലോകത്തിലെല്ലാ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളും കോമഡിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ദി ഗ്രേറ്റ് ഡിക്റ്റേറ്റർ ചാർലി ചാപ്ലിൻ്റെ. അപ്പോൾ അതൊക്കെ ആയിരുന്നു എൻ്റെ സ്വന്തം ധൈര്യമായിട്ട് പോയി കോമഡി ചെയ്തു. എനിക്കൊരു ഇതുണ്ടായിരുന്നു, ഞാൻ കുറച്ച് സീരിയസ് മാനാണ്. ഞാൻ ഇങ്ങനെ രാഷ്ട്രീയവും വയലൻസൊക്കെ സംസാരിക്കേണ്ട ആൾ, ഞാൻ കോമഡി ചെയ്താൽ ശരിയാവും. അങ്ങനെ അത് ബ്രേക്ക് ചെയ്ത് ഞാൻ ചെയ്തു. അപ്പം ജാനമനായിരുന്നു ഫോർ ആസ് എ ജോണർ ടഫ് ടു മീ. ജന്മം മരണം എന്നുള്ളതിന് ബ്ലെൻഡ് ചെയ്താന്നുള്ളത് ഭയങ്കര രസമാണ്. അതെ. പിന്നെ നമുക്ക് ആ ജാനമന് വേണ്ടിയാണ് സ്ക്രിപ്റ്റ്, ആ പേരിന് വേണ്ടിയാണ് നമ്മൾ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയത്. ആദ്യത്തെ പേര് വേറെ പേരായിരുന്നു. അത് അങ്ങനെ ജാനമൻ തന്നെ. നമ്മളിങ്ങനെ സംസാരിക്കും ജനനം മരണം, ഒരു ചളി പറഞ്ഞതാ. പക്ഷേ അത് ഇറ്റാപ്പ. ഈ രണ്ട് സിനിമയുടെയും കാര്യത്തിൽ നമ്മളെപ്പോഴും പറയല്ലോ, ഒരു സ്റ്റാർ ഡ്രിവൺ അല്ലെ ഒരു സ്റ്റാറിൻ്റെ ആനുകൂല്യത്തിലേക്ക് പുറത്തേക്ക് വരുന്ന സിനിമ ഇനീഷ്യൽ കളക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ മഞ്ഞുമൽ ബോയ്സിൻ്റെ ഫസ്റ്റ് ഡേ ഇനീഷ്യൽ കളക്ഷൻ വലിയൊരു ഓപ്പണിംഗ് വരികയാണ് തിയേറ്ററിൽ. ആ സിനിമയുടെ ഹൈപ്പും ആളുകൾ അത് രണ്ട് ഫാക്ടർ ഉണ്ടല്ലോ. ഉറപ്പായും സുഷിൻ്റെ ഈ ഇനീഷ്യൽ ഡയലോഗ്സ് ഇതിനൊരു ഹൈപ്പ് ഫാക്ടർ ആയിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് സംവിധായകനിലേക്ക് തിരിച്ചു വരുന്നൊരു സിനിമയുണ്ട്. സംവിധായകൻ്റെ പേരിൽ വിശ്വസിച്ചിട്ട് ആദ്യത്തെ ഘട്ടത്തിൽ ആരാണെന്ന് അറിയില്ല, പിന്നെ ചിദംബരത്തെ ആർക്കും അറിയില്ല. പിന്നെ കോവിഡ് പോലെ ഇത്രയും നിയന്ത്രണക്കടയിൽ വരുന്നൊരു സിനിമ ഒരു ഭയങ്കര സർപ്രൈസ് ഹിറ്റായി മാറുകയാണ്. എന്നാൽ ആ സിനിമ കണ്ടവർക്കൊക്കെ ഹാപ്പിനെസ് ഉണ്ട്, അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ കോമഡിക്ക് അപ്പുറത്ത് ഈ വൈരുദ്ധ്യങ്ങളിൽ ഉണ്ടാക്കിയൊരു കോമഡി എലമെന്റ് ഈ പറയുന്ന ജോയ്മോനും മോനിച്ചനുമായിട്ടുള്ള സംഗതിയിലേക്ക് കണക്ട് ആവുന്ന സമയത്ത് ആ സിനിമയുടെ ഒരു ഉള്ള് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ ഈ രണ്ടാമത്തെ സിനിമ വരുന്ന സമയത്ത് ഡയറക്ടറുടെ പേര് അതിനൊപ്പം വരുന്നുണ്ട്. ഒരു ഡയറക്ടറെ വിശ്വസിച്ചിട്ട് കൂടിയാണ് വരുന്നത്. ചിദംബരം ഡിസപ്പോയിന്റ് ചെയ്യില്ല എന്നുള്ളത് അത് ശരിക്കും ഒരു ഭാരവും ബാധ്യതയൊക്കെ ആവുന്നുണ്ട്. എന്നാൽ പോലും എന്ത് റൂട്ടിലാണ് ചിദംബരം പോകാൻ ഉദ്ദേശിക്കുന്നത്? വ്യത്യസ്തമായ സിനിമകൾ ചെയ്യുക, ഒരിക്കൽ ചെയ്ത ടൈപ്പ് സിനിമ വീണ്ടും ചെയ്യാതിരിക്കുക, അങ്ങനെ. പിന്നെ അത് ഞാൻ ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞില്ല. അപ്പൊ എനിക്കതിലൊരു ജോയ് തന്നെയുണ്ട്. ജോണർ വൈസ് ആണോ എന്താ? ജോണറും സബ്ജക്റ്റ്. ഇപ്പൊ നമ്മളിപ്പം ഒരു ഫ്രെയിം വർക്കായി എന്ന് വെച്ചാൽ അടുത്ത പ്രാവശ്യം എന്നാ പിന്നെ അതിനെ പിടിക്കാൻ സേഫ് ആയിട്ട് സ്വന്തം സക്സസ് ഫോർമുല പോലും റിപ്പീറ്റ് ചെയ്യണ്ടാവും. ഇല്ലില്ല, അത് അതിലൊരു ഇതില്ല. അങ്ങനെ ചിലപ്പോൾ ഭാവി ചെയ്യേണ്ടി വന്നേക്കാം. ഇപ്പൊ എനിക്കത് ഞാൻ ഭയങ്കര ഐഡിയലിസ്റ്റിക് ആയിട്ട് ഞാൻ അങ്ങനെ, പക്ഷെ മനുഷ്യന്മാരുടെ കാര്യമല്ലേ, ചിലപ്പോൾ ഞാനത് ഫോർമുലയിലേക്ക് വീഴുന്ന ഡയറക്ടറായി മാറാൻ സാധ്യത ഉണ്ടാവാൻ, അത് പറയാന്നേ ഉള്ളൂ. ഇപ്പം അടുത്ത പടം പ്ലാനിലായോ അല്ലെങ്കിൽ അടുത്ത പടത്തിലേക്ക് എത്തിയോ? അടുത്ത പടത്തിലേക്ക് എത്തിയിട്ടില്ല, എത്തും. അടുത്ത പടം ഉണ്ട്, 2-3 പടങ്ങളുണ്ട് മനസ്സിലായാലും. ഒന്ന് ഭയങ്കര വലുതാണ്, ഇതിനേക്കാൾ വലിയ പടമാണ് വരുന്നത്. ഇതിനേക്കാളും ഒരു വലിയൊരു സ്കെയിലൊരു പടമാണ്. ഇപ്പോഴേ പേടിയാവുന്നത് ആലോചിക്കുമ്പോൾ. ജീവിതത്തിന്റെ അത് ഹിസ്റ്റോറിക്കായി ചരിത്രവും കേരളത്തിന്റെ ചരിത്രത്തിന്റെ ഒരു മെയിൻ
ഒരു ഭാഗം തന്നെയാണ്. കേരളം ഉണ്ടാവുന്ന ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കഥയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മളെപ്പോഴും ഈ സിനിമ പ്ലാൻ ചെയ്യുമ്പോൾ അത് പ്രൊഡക്ഷൻ ഹൗസിന്റെ സൈഡിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കേൾക്കുന്ന ഒരു സ്ട്രഗ്ലിംഗ് ഫിലിം മേക്കേഴ്സ്, ഡെബ്യൂ ഫിലിം മേക്കേഴ്സ് ഒക്കെ കേൾക്കുന്ന സാധനമാണ് എല്ലാം ഓക്കെ ആയി, ഇതിലേക്ക് ഒരു സ്റ്റാറിനെ കിട്ടിയിട്ടില്ല, എല്ലാം ഓക്കെ ആയി, പ്രൊഡക്ഷൻ ഹൗസ് ഞാൻ പറഞ്ഞ കാസ്റ്റ് ഓക്കെ പറയുന്നില്ല, അവർക്ക് പോസ്റ്റ് വാല്യൂ ഇല്ല, സാറ്റലൈറ്റ് ഇല്ല, OTT ഇല്ല. ഈ രണ്ട് സിനിമ നോക്കിക്കഴിഞ്ഞാൽ ജാനേമൻ എന്ന് പറഞ്ഞാൽ മിന്നൽ മുരളി എന്ന് പറയുന്ന സിനിമ പുറത്തിറങ്ങുന്നതിന് മുമ്പാണ് ജാനേമൻ വരുന്നത്. അന്ന് ബേസിലിന് ഈ തരത്തിൽ ഇപ്പം നമ്മൾ കാണുന്ന തരത്തിലുള്ളൊരു സ്റ്റാർ വാല്യൂ ജനറേറ്റ് ചെയ്തിട്ടില്ല. മഞ്ഞുമൽ ബോയ്സ് എന്നുള്ള സിനിമ നോക്കിക്കഴിഞ്ഞാലും അങ്ങനെ ഒരു എല്ലാ നിലയ്ക്കും ഒരു മൾട്ടി സ്റ്റാറിന്റെ സ്വഭാവമല്ല. ഓക്കെ, സൗബിനുണ്ട്, എന്നാൽ പോലും മറ്റുള്ള കാസ്റ്റുകൾ താരതമ്യേന അങ്ങനെ ഒരു നമ്മുടെ സ്റ്റാർ വാല്യൂ എലമെന്റിൽ നിൽക്കുന്നതല്ല. ഈ രണ്ട് സിനിമകളിൽ നിന്നും ചിദംബരം മനസ്സിലാക്കിയെടുത്ത സംഗതി എന്താ? കാരണം വെച്ചാൽ ഈ രണ്ട് സിനിമ നോക്കി കഴിഞ്ഞാലും സ്റ്റാർ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ഈ രണ്ട് സിനിമകളും തിയേറ്ററിൽ എത്തിയതും ഏറ്റെടുക്കപ്പെട്ടതും. അത് കണ്ടന്റ് തന്നെയാണ് സ്റ്റാർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ സ്റ്റാർസ് ചില സിനിമ ഇൻഡസ്ട്രിക്ക് സ്റ്റാർസ് ഇല്ലാണ്ട് ഇൻഡസ്ട്രി വർക്കാവില്ല. സ്റ്റാറുകൾ തന്നെയാണ് ഇൻഡസ്ട്രീനെ ഡ്രൈവ് ചെയ്യുന്നത്. അത് കണ്ടന്റ് ഉള്ള പടങ്ങൾ പലപ്പോഴും വന്നു, പക്ഷേ സ്റ്റാറുകൾ തന്നെയാണ് ഇൻഡസ്ട്രീൻ്റെ ബാക്ക് ബോണും. അവരെന്നെയാണ് അതിൻ്റെ കൊമേഴ്സിനെ ചലിപ്പിക്കുന്നത്. ഈ പടത്തിൽ രണ്ട് പടത്തിലേക്ക് സ്റ്റാറിന്റെ ആവശ്യം വരാത്ത രീതിയിലുള്ള ഒരു സ്ക്രീൻ പ്ലേ ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഒരു സ്റ്റാർ ഇല്ലാത്തത്. സ്റ്റാറുകൾ ഉണ്ടായിരുന്നെങ്കിൽ പരിപാടി കുറച്ചുകൂടെ എളുപ്പം ആവുമെന്ന് എനിക്കറിയില്ല. ബിസിനസ് എളുപ്പമായിരിക്കും, ഷൂട്ട് കുറച്ച് ടഫായിരിക്കും തോന്നുന്നു മഞ്ഞുമൽ ബോയ്സ് ഉള്ള പടമാണെങ്കിൽ. കാരണം അത് കുറച്ച് എനിക്ക് സ്റ്റാർസ് ആകുമ്പോൾ നമുക്കൊരു പെഡസ്റ്റലായിരിക്കും, നോട്ട് എവരി വൺ. അപ്പം ഇത്രയും ബോയ്സിൻ്റെ കൂടെ അവരുടെ അപ്പം ഞാൻ പറഞ്ഞില്ല എല്ലാവരും ഒരേ ലെവലിൽ, അപ്പം അതിൻ്റെ ഡൈനാമിക്സ്, അപ്പം ഒരു സ്റ്റാർ വരുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ ബ്രേക്ക് ആവാൻ സാധ്യതയുണ്ട്. അത് സ്റ്റാറിൻ്റെ കുഴപ്പമല്ല, അത് സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്. ഒരു ഏത് സെൻസിബിൾ സ്റ്റാർ ഇങ്ങനത്തെ റോൾസ് ചെയ്യും. കാരണം എല്ലാവരും നമ്മൾ മലയാളത്തിലുള്ള എല്ലാ സ്റ്റാർസും ഭയങ്കര സെൻസിബിൾ ആക്ടേഴ്സും എല്ലാവരുമാണ്. അപ്പം അതാണ് അവിടെ തീർച്ചയായും ഒരു സ്റ്റാർസ് ആയിട്ടുള്ള പടം എന്തായാലും എനിക്ക് ചെയ്യണം. അതുകൂടി വരാനിരിക്കുന്ന സിനിമകൾ അങ്ങനെ ഒരു പ്ലാൻ കൂടി തീർച്ചയായും നമ്മൾ പറയാതെ ഈ രണ്ട് കഥകൾ അങ്ങനെ ആയിപ്പോയതുള്ളൂ. സുഷിന്റെ കാര്യത്തില് സുഷിൻ നേരത്തെ ഇപ്പം രോമാഞ്ചം ഇതുപോലെ ഒരു ഫെബ്രുവരിയിലാണ് വരുന്നത്. രോമാഞ്ചം നോക്കുവാണെങ്കിൽ അത് മ്യൂസിക്കലി കൂടി ട്രെൻഡ് സെറ്റർ ആയിരുന്നു. ഇപ്പൊ ഇതില് ഈ പറയുന്ന കുതന്ത്രം സോങ് ഉണ്ടെങ്കിൽ പോലും ആളുകൾ ചിലപ്പോൾ ഒരു റോങ് എക്സ്പെക്ടേഷൻ കൂടി നടത്തിയിരുന്നു. ഈ വൈബിലുള്ള കുറെ പാട്ടുകൾ പാക്ക് ചെയ്തിട്ടുണ്ടാവും, പിന്നെ ഇതിന്റെ ഒരു ഹ്യൂമർ എലിമെന്റും സംഗതിയൊക്കെ ആയിട്ട് വേറൊരു സുഷിനെ കാണാം. പക്ഷെ നമ്മൾ സുഷിനെ ഈ പറയുന്ന പിന്നെ സുഭാഷിന്റെ ലൈഫിലെ ഈ നിർണായക ടേൺ മുതൽ പിന്നീട് അങ്ങോട്ട് കാണുന്നത് സുഷിന്റെ ഒരു ഓർക്കസ്ട്രേഷൻ ഉണ്ട്. ഈ സിനിമയുടെ ഒരു മൂഡ് ബിൽഡ് ചെയ്യുന്നൊരു പ്ലേ ഉണ്ട്. ലോകത്തിലെ എല്ലാ സർവൈവൽ ഡ്രാമയിൽ എടുത്തു കഴിഞ്ഞാലും അതിന്റെ ഒറിജിനൽ ട്രാക്കിന് ഭയങ്കര പ്രത്യേകതയുണ്ട്. പിന്നെ അത് ഒരുപാട് കാലത്തേക്ക് ആളുകൾ റെഫറൻസ് ആയിട്ട് എടുക്കാറുണ്ട്. ഇതിൽ സുഷിന്റെ അങ്ങനെ ഒരു അതിഗംഭീര ട്രാക്ക് ഉണ്ട്. അതാണ് സുഷിൻ ഇതിനായിട്ട് കരുതി വെച്ചിരിക്കുന്നത്. എന്നാൽ ഈ സിനിമയുടെ ഇനീഷ്യൽ ഹൈപ്പ് ജനറേറ്റ് ചെയ്യുന്നതിന്റെ പ്രധാന ആളും സുഷിനാണ്. സുഷിൻ എന്നുള്ള ഏത് രീതിയിലാണ് ഇതിലേക്ക് കണക്ട് ചെയ്ത് വരുന്നത്? സുഷിൻ അപ്പം സുഷിൻ ഈസ് മൈ ഫ്രണ്ട്. അപ്പം ഇത് പടം കഴിഞ്ഞ് ഞാൻ ഈ മഞ്ഞുമൽ കണ്ണൂർക്കാരൻ തലശ്ശേരിക്കാരൻ. അപ്പം ഈ പടം കൺസീവ് ചെയ്യുമ്പം ഓഫ്കോഴ്സ് സുഷിനെ അറിയാം, എനിക്ക് സുഷിനോട് ആക്സസ് ഉണ്ട്. അപ്പം ഞാൻ ഈ സബ്ജക്റ്റ് സുഷിനോട് പറഞ്ഞപ്പോൾ സുഷിൻ വാസ് വെരി എക്സൈറ്റഡ്. കാരണം ഞാൻ അതിൻ്റെ ഫുള്ള് കാരണം ഒരു ആസ് എ സെൻസിബിൾ മ്യൂസിക് ഡയറക്ടർ ഇതിൽ കുറേ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങളിൽ നിന്ന് മാറി ഇതിൽ നിന്ന് വേറൊരു സ്കോർ ഇമോഷണലായിട്ടുള്ള പല ഡ്രാമ അങ്ങനെ സ്കോറുകൾ ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെയാണ് സുഷിൻ ഫുൾ ആൻഡ് പ്രോജക്റ്റ്. ഞാൻ സുഷിൻ എന്നെക്കാണ് എക്സൈറ്റഡ് ആണ് സുഷിൻ. അതാണ് സുഷിൻ അറിയാണ്ട് വായിന്ന് ഞാൻ പറഞ്ഞല്ലോ അറിയാണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു പോയി. സുഷിൻ എന്നിട്ട് ഇത് കുറയ്ക്കാൻ വേണ്ടി സീൻ മാറ്റുന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ നിങ്ങൾ കണ്ടു തള്ളിപ്പോ അത് വീണ്ടും അവൻ്റെ വീണ്ടും അടുത്ത പണി വാങ്ങിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ അങ്ങനെ. അപ്പോൾ സുഷിൻ അത് ഇന്നസെൻ്റ് അത് വരുന്നതാണ്. അപ്പം സുഷിൻ്റെ വാക്കിന് കേരളം കൊടുക്കുന്ന വില എന്താണെന്ന് അറിഞ്ഞു. ഒരു ഒറ്റ വാക്കിൽ മൊത്തം പടത്തിൻ്റെ ഗതി മാറി. അതിനെ മെറ്റേണലി താങ്ക്ഫുൾ ടു സുഷിൻ ഫോർ ദാറ്റ്. അപ്പോൾ ഞാൻ പറ്റും സുഷിൻ അടുത്ത പടം 2 വാക്ക് പറഞ്ഞിട്ട് പോകണം, മ്യൂസിക് വന്ന് 2 വാക്ക് പറഞ്ഞിട്ട് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മളിതിൽ മ്യൂസിക്കിൽ നടത്തിയ അപ്രോച്ച് പറയുമ്പോൾ നമ്മളിതിൽ ഈ ഗുഹയുടെ തീമുന്നായിട്ട് നമ്മൾ ഇടയ്ക്കാണ് ഒരു ഹോണാണ് യൂസ് ചെയ്യുന്നത്, വാർ ഹോൺ. അത് യൂസ് ചെയ്യാൻ കാരണം ഈ ഗുഹയുടെ ഒരു പ്രാകൃത സ്വഭാവത്തിന് അതുകൊണ്ടാണ് നമ്മൾ പഴയ ഒരു വാർഹോൺ സൗണ്ട് കൂടെ വെച്ചിരിക്കുന്നത്. ഒരു നമ്മളെ കാണും പഴയതാണ് അത്, നമ്മളുടെ സിവിലൈസേഷനെ കാണും പഴയതാണ് ആ ഗുഹ. അപ്പൊ അതിനൊന്നും അതാണ് ഒരു ഭയങ്കര ഒരു ക്യാരക്ടറാണ് ഗുഹ. തീർച്ചയായും ആണ് ലാസ്റ്റ് സീൻ ഗുണയ്ക്ക് വേണ്ടി മാത്രം വെച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ അങ്ങനെ. പിന്നെ ഈ റെസ്ക്യൂവിന്റെ സമയത്തുള്ള ഓർക്കസ്ട്രേഷൻ അത് ബുഡാപെസ്റ്റ് ഓർക്കസ്ട്രയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഫുൾ സ്പെക്ട്രത്തിൽ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞത് ഫുൾ ഇങ്ങനെ തിയേറ്റർ നിറഞ്ഞിരിക്കണം. പിന്നെ പടത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് കയറ്റുന്നത്. അവിടെ നമുക്ക് ഫുൾ ഓൺ
അങ്ങോട്ട് എല്ലാ നോബ്സും തുറന്നോളൂ, എല്ലാം തുറന്ന് ഫുൾ സ്പെക്ട്രത്തിൽ തിയേറ്റർ ഫില്ലായിരിക്കണം എന്നുള്ളത് നമ്മുടെ ഡിസൈനിൽ നമ്മൾ ആദ്യമേ കൺസീവ് ചെയ്തൊരു സാധനമാണ്. അപ്പം ഫുൾ ഓർക്കസ്ട്രയൊക്കെ വന്നപ്പോൾ അത് പിന്നെ ലാസ്റ്റത്തെ സ്കോർ, ആ ചെല്ലോ സ്കോർ, പടത്തിൻ്റെ ഔട്ടർ സൈനിങ് ഓഫ് സ്കോർ, അത് ഭയങ്കര ഞാൻ ലാസ്റ്റ് മിനിറ്റ് കേൾക്കുന്നത്. അതിലൊന്നുമില്ല, ഞാനത് പടം മിക്സ് ചെയ്യുന്ന സമയത്ത് ആണ് ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്നത്. അത് കേട്ടപ്പോൾ തന്നെ ആയാലും ഒന്നുമില്ല, അത് കേട്ടപ്പോൾ തന്നെ താങ്ക് യു സുഷിൻ, ഓക്കെ നെക്സ്റ്റ് അങ്ങനെയായിരുന്നു. അപ്പം സുഷിൻ ഞാൻ ഭയങ്കര കമ്മ്യൂണിക്കേഷൻ ഭയങ്കര സുഹൃത്തായതുകൊണ്ട് തന്നെ എന്തും പറയാം, എപ്പം കയറി പോകാം സ്റ്റുഡിയോയിലേക്ക്, എപ്പോൾ എന്തും ഡിസ്കഷൻ ചെയ്തപ്പോൾ അതിനകത്ത് വിളിച്ച് അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്താൽ, അല്ലെങ്കിൽ അത് കൊള്ളില്ല ഇത് കൊള്ളില്ല, അവൻ എന്നോടും പറയും ഈ സീൻ എന്തോട് പോരാന്ന് പറയാം, അല്ലെങ്കിൽ അവനോട് പറയും ഇത് പോരാ. അങ്ങനെ അത് ഭയങ്കര ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു ആക്സസ് ഉണ്ട്. അത് ഈ പടത്തിൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഇപ്പൊ ഈ ജാനമൻ കോവിഡിന്റെ നിയന്ത്രണങ്ങളിൽ ഫുൾ പാക്ഡ് തിയേറ്ററിൽ കണ്ടിട്ടുണ്ടാവില്ല ചിദംബരം. അതായത് എന്റെ നിറഞ്ഞ സദസ്സ് എന്ന് പറയുന്നത് സാധ്യമല്ലാതിരുന്ന സമയത്താണല്ലോ പടം റിലീസ് ചെയ്യുന്നത്. ഇപ്പൊ ഈ സിനിമയിൽ കേരളത്തിലെ ഏത് തിയേറ്ററിലും ഹൗസ്ഫുൾ ആയിട്ട് കാണാൻ അതിന്റെ ഫിലിം മേക്കർക്ക് സാധിക്കും. മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്നത് അതിനകത്ത് പോകുന്ന സമയത്ത് ഒരു വ്യൂവർ ആയിട്ട് അതിനകത്തിരുന്ന് കാണുന്ന സമയത്ത് കാണാൻ പോയിട്ട് കണ്ടിട്ടില്ല, ആൾക്കാരോട് കണ്ടിട്ടില്ല. ആൾക്ക് ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഇടയ്ക്ക് കയറിയിരുന്നു, പക്ഷെ അത് ഫുൾ നമ്മളെ ആൾക്കാരാണല്ലോ. അപ്പോൾ അതിൽ എനിക്ക് സാധാരണ ആൾക്കാർ അവരുടെ ഇടയിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇന്നോ നാളെ അത് പോയി കാണണം. ജാനുവരിയിൽ ഞാൻ അത് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അത് എന്നെ വനിതയെന്ന് വനിത തിയേറ്ററിൽ ലിൻഡോച്ചേട്ടൻ, അപ്പോൾ ഞാനിങ്ങോട്ട് പോയി കാണുന്നത് പടം ഹിറ്റായ ശേഷം. അതുവരെ അപ്പോഴും ഞാൻ കാണുമ്പോൾ ഭയങ്കര എല്ലാത്തിനും ചിരി കയ്യടി. അപ്പം ഇറ്റ് വാസ് എ വെരി ഭയങ്കര ഓവർവെൽമിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനത് അനുഭവിക്കാൻ പോണേ ഉള്ളൂ നാളെ. പക്ഷെ വേറൊരു കാര്യമുണ്ടല്ലോ ചിദംബരം, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഹ്യൂമർ റൈഡിൽ, ഇങ്ങനെ ഒരു ഫൺ റൈഡിൽ ഇങ്ങനെ ഒരു സിനിമ ഇത്രയും സക്സസ് ആയി എന്ന് മനസ്സിലാക്കിയും ഇതിൽ ഇങ്ങനെ ഒരു USP ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അതവിടെ ഹോൾഡ് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി യുണീക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള എല്ലാ നിലയ്ക്കും റിസ്ക്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾ തന്നെയാണ് സൗബിനാണെങ്കിൽ ഇതെല്ലാം ഈ പറയുന്ന ചിദംബരത്തെ വിശ്വസിച്ചാണല്ലോ നിൽക്കുന്നത്. അതൊരു ട്രസ്റ്റ് ഉണ്ടല്ലോ, അത് ശരിക്ക് നല്ല നിലക്ക് ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണല്ലോ പുറത്തു നിന്ന് നോക്കുന്ന സമയത്തെ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനെ അവിടെ നിർത്തി വെച്ചിട്ട് ആ കംഫർട്ട് സോൺ അല്ലെങ്കിൽ ഈ പറയുന്ന ആ സക്സസ് ഫോർമുല മാറ്റി വെച്ചാണല്ലോ ചെയ്യുന്നത്. അത് ഭയങ്കര ഒരു ഹാപ്പിയർ പരിപാടിയായിരുന്നു. വളരെ എനിക്ക് ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. കാരണം ഈ പടത്തിലേക്ക് വിഷ്വലിയും കുറേ എല്ലാ സിനിമയുടെ ഒരു മൊത്തം സിനിമാറ്റിക് ആണ്. ഇപ്പോൾ ജാനിമനെ കാണും, കാരണം മൊത്തം എല്ലാ സിനിമയുടെ സൗണ്ട് ആയാലും ഡിസൈൻ, കളറിങ്, എല്ലാ ആസ്പെക്ട്സും കൂടെ അതിനെല്ലാം കഥയിൽ അതിൻ്റെ സ്ഥാനമുണ്ട്. ഇപ്പം നമ്മൾ ആ മഴ പെയ്യുന്നതിന് മുമ്പേ കളർ ഷിഫ്റ്റ്, അപ്പോൾ DAയ്ക്കും എല്ലാത്തിനും കഥ പറയാനുണ്ട്, ആർട്ടിന് കഥ പറയാനുണ്ട്, മ്യൂസിക്, മേക്കപ്പ്, എല്ലാത്തിനും കഥയുടെ ഭയങ്കര. അപ്പം ഐ വാസ് വെരി എക്സൈറ്റഡ് ടു ഷിഫ്റ്റ്. ആൻഡ് കോമഡിയാണ് കുറച്ചും കൂടെ റിസ്കിയർന്ന് എനിക്ക് തോന്നുന്നു. വർക്കായില്ലെങ്കിൽ ഭയങ്കരമായിട്ട് പാടും. കോമഡി എഴുതാൻ ആദ്യം നമുക്ക് ആദ്യം ഒരു സമാധാനമുള്ളൊരു മനസ്സ് വേണം, കുറച്ച് സന്തോഷമുള്ള ടൈം ആയിരിക്കണം. അപ്പോൾ സ്ട്രെസ്ഫുൾ ആയിട്ട് ഒരു കോമഡി പടം അങ്ങനെ എഴുതാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് മനസ്സും സന്തോഷമായിരിക്കണം, കുറച്ച് തമാശ നമ്മുടെ മുകളിൽ നിന്നൊക്കെ നമുക്ക് രണ്ട് തമാശയൊക്കെ പറയാനൊക്കെ തോന്നണം. അപ്പം അത് കോമഡി കുറച്ചും കൂടെ ലെസ് സ്ട്രെസ് ആയിട്ട് ഇങ്ങനെ എഴുതേണ്ട ഒരു സാധനമാണ്. കുറച്ചും കൂടെ ഏറ്റവും ടഫാണ് എനിക്ക് കോമഡി എന്ന് തോന്നുന്നു. അതെ. ഈ സിനിമയുടെ കാര്യത്തിൽ ഇത് പല തവണ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഒരു പ്രിവ്യൂ അല്ലെങ്കിൽ ഈ ടേബിളിൽ കണ്ടിട്ടുണ്ടാവും. പിന്നെ ചിദംബരത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയയും സീൻ ഏതാണ്? എനിക്ക് 2 സീനുകളാണ് ഏറ്റവും. ഒന്ന് ഇവൻ്റെ സുഭാഷിൻ്റെ സൗണ്ട് കേൾക്കുന്നത്, ബാലു വിളിച്ചിട്ട് അവൻ്റെ മനസ്സിൻ്റെ അകത്തുകൂടെ പോയി അവൻ്റെ വീട്ടിൽ കയറി അവൻ്റെ സ്വപ്നത്തിൽ നിന്ന് തിരിച്ച് റിയാലിറ്റിയിലേക്ക്. അതാണ് എൻ്റെ വൺ ഓഫ് ദ പേഴ്സണൽ ഫേവറേറ്റ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ലാസ്റ്റ് സൈനിങ് ഓഫ്. എല്ലാവർക്കും എന്ന പോലെ ഗുണയുടെ അസൻ ഒറ്റപ്പെടുന്ന ഗുഹ, അതാണ് എൻ്റെ. അപ്പം അതിൽ ഞാൻ അത് എത്രത്തോളം ആൾക്കാർക്ക് മനസ്സിലായത് എന്തിനാണ് ഡെവിൾസ് കിച്ചൺ എന്ന് വിളിക്കുന്നതെന്ന്. അതിൻ്റെ ആ ഗ്രില്ലടിയിൽ നിന്ന് പുക വരുന്നത്, അത് കാറ്റടിച്ച് കോട കയറി ഇതിന്റെ അകത്തൂടെ പുറത്തു വരും. അപ്പൊ അത് കാണുന്ന ആൾക്കാർ, ഫസ്റ്റ് കാണുന്ന ആൾക്കാർ പേടിച്ചു പോകും. സാത്താനകത്ത് നിന്ന് കുക്ക് ചെയ്തോണ്ടിരിക്കുക. അങ്ങനെ ഡെവിൾസ് കിച്ചൺ എന്നുള്ള പേര് വരുന്നത്. പിന്നെ 3 പില്ലർ റോക്കിന്റെ ഇടയിലാണത്. 3 പില്ലർ റോക്ക് അടുപ്പിന്റെ കല്ലുകൾ പോലെയാണ് ഇരിക്കുന്നത്. പിന്നെ ഇത്രയും അതിന്റെ പിറകിൽ ഇത്രയും മരണം പരിപാടി. അതുകൊണ്ടാണ് ബ്രിട്ടീഷ് സർവേയേഴ്സ് ഇതിന് കുറേ മരണമുണ്ട്. പിന്നെ പുക വരുന്ന വിഷ്വലി പുകയും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പില്ലർ റോക്ക് വ്യൂ പോയിന്റ് പോയി നിന്നിട്ട് നല്ല കോടകളും കാറ്റുള്ള ദിവസമാണെങ്കിൽ കാറ്റടിച്ചിട്ട് ഈ 3 കല്ലിൻ്റെ ഇടയിൽ കൂടെ പുക വരുന്ന പോലെ ഇങ്ങനെ മേളിലേക്ക് ഇങ്ങനെ ഫോഗ് വരും. അപ്പോൾ അതൊരു ഭയങ്കര വിഷ്വലാണ്. അത് നമുക്ക് ആ ടൈം നമുക്ക് കുറേ പ്രകൃതിയില്ല, നമുക്ക് ക്യാമറ വെച്ചായിരുന്നു കിട്ടില്ല, അത് വരുമ്പോൾ സംഭവിക്കും. അപ്പം അതാണ് ഗുഹയ്ക്കകത്ത് നമ്മളെ ലാസ്റ്റ് ഷോട്ട്, വൈ ഇറ്റ് ഈസ് കോൾഡ് ഡെവിൾസ് കിച്ചൺ. ഞാൻ അത് എഴുതിയൊന്നും വെച്ചിട്ടില്ല, അത് ആൾക്കാർ കൺഫേം മനസ്സിലാക്കട്ടെ. എന്തായാലും ഗംഭീര സിനിമകൾ, ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ഓരോ ഘട്ടത്തിലായിട്ട് പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു.